ഹോശിയ പ്രവചനം 13:11 ഒന്നുകൂടെ വായിച്ച ഉറക്കെ. എന്റെ കോപത്തിൽ ഞാൻ നിനക്ക് രാജാവിനെ കൊടുത്തത് നല്ല മനസ്സോടല്ല. ഇവര് കണ്ടമാനം ശടിച്ച് വാദിച്ച് നമ്മൾ പറയില്ലേ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചെന്ന്. അങ്ങനെ കിട്ടിയതാ. തന്നല്ലാതെ നിന്നെ വിടുകയല്ല. ദൈവത്തിന് മനസ്സിലായി പിടിവിട്ടില്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോക്ക്. പിടിച്ചോ, രാജാവിനെ പിടിച്ചു. സന്തോഷത്തോടെ കൊടുത്തതല്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ പിണങ്ങരുത്. ആത്മീക ലോകത്ത് പലർക്കും കിട്ടിയത് ദൈവം സന്തോഷത്തോടെ കൊടുത്തതല്ല, കോപത്തിൽ കൊടുത്തതാ. ദൈവം കൊടുത്തത്. അങ്ങനെയാ നമ്മളും പറയുന്നത്, ഞങ്ങൾക്ക് ദൈവം അങ്ങനല്ലേ പറയാൻ പറ്റുള്ളൂ, ഇല്ലേ? ഒരു തെളിവ്, പാപം ചെയ്ത് 2 എണ്ണത്തിനും കൂടെ തോട്ടത്തിന് വെളി വിട്ട് ദൈവം. ഈ വൃക്ഷത്തിൻ്റെ ഫലം കയറി പടച്ച് തിന്നാതിരിക്കാനാ. അത് തിന്നാൽ പിന്നെ ഒരിക്കലും രക്ഷപ്പെടുകയല്ല. അതിനാ 2നെയും കൂടെ വിട്ടത്. ഇതുങ്ങൾ ചാടി പറിക്കുമെന്ന് ദൈവത്തിന് അറിയുകയും ചെയ്യാം. മിന്നുന്ന ചാലയുള്ള ആളുമായിട്ട് കെറൂബിനെ അവിടെ നിർത്തി. നല്ല ചാടി കയറാമെന്ന് അറിയാം. അതിനാ അപ്പം അവിടെ നിർത്തി 2നെയും വെളിയിൽ വിട്ടു. പാപം ചെയ്തു, ശാപവും ആയി, എല്ലാം പരുവക്കേടായി. എന്തിനേറെ, ശാപവും പരുവക്കേടും പാപവും എല്ലാം ആയി. 2നെയും കൂടെ വെളിയിലോട്ട് വിട്ട് എന്നിട്ട് 2 പേരുടെ ജീവിതം ആരംഭിച്ചപ്പോൾ ഒരു കൊച്ചിനെ കിട്ടി. അവനെ കയ്യിനെന്നാ. അപ്പം ഈ തള്ള സാക്ഷി പറയാ, യഹോവയാൽ എനിക്കൊരു, അങ്ങനെ അടിച്ചേക്കുന്ന വായിച്ചേ, യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ. എങ്ങനുണ്ട്? ദൈവ സാന്നിധ്യം പോയി, ദൈവത്തോടകന്നു, തോട്ടത്തിന് വെളിയിൽ പോയി, ആ ഏരിയയിലോട്ട് കയറാൻ ഒക്കത്തില്ല. ഉടുതുണി പോയി, തേജസ് എല്ലാം പരുവക്കേടാ. എന്നാലും തള്ള ഞായറാഴ്ച പറയാ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ഹല്ലേലൂയ. ഞങ്ങൾ തോട്ടത്തിന് വെളിയിലൊക്കെ ആണെങ്കിലും ഹല്ലേലൂയ ഇപ്പോഴും ദൈവത്തോട് അച്ഛാന് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. നമ്മുടെ കറങ്ങി പറയുന്ന കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ, യഹോവയാ. നിങ്ങൾ യോഹന്നാന്റെ 1-ാം ലേഖനം 3:12 വായിച്ചേ. തള്ള പറഞ്ഞത് യഹോവയാ കിട്ടിയെന്ന്. യോഹന്നാൻ 3:12 ലേഖനം. മതി എന്തിനാ ഒത്തിരി വായിക്കുന്നത്? തള്ള നിന്ന് കീച്ചുക, യഹോവയാൽ. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ? എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആത്മീക ലോകത്ത്. ഇതാ കയ്യിൽ ദുഷ്ടനെന്നുണ്ടായെന്ന അമ്മ പറഞ്ഞ എന്നാ? അതാ ഞാൻ പറഞ്ഞേ, പലതും കിട്ടി, പുള്ളി സന്തോഷത്തോടൊന്നും തന്നതല്ല. അല്ല, കിട്ടി അന്ന് മുതൽ പ്രശ്നമല്ലേ? ദൈവത്തിൻ്റെ മഹത്വം. ഞാനൊരു കാര്യം പറയാം, ഒത്തിരി ഒന്നും കിട്ടിയില്ലെങ്കിലും കിട്ടുന്നത് അവിടുന്ന് സന്തോഷത്തോടെ തരുന്നത് മതി. മനസ്സിലാകുന്നുണ്ടല്ലോ? ഒത്തിരി ഒന്നും കിട്ടുന്നില്ല, വേണ്ട, എന്തായാലും കിട്ടുന്നെങ്കിൽ പുള്ളി സന്തോഷത്തോടെ തരുന്നതാണെങ്കിൽ എന്ത് സുഖമാണെന്നറിയോ? ഇപ്പോൾ നമുക്കൊരു സൈക്കിളേ ഉള്ളൂ, പുള്ളി സന്തോഷത്തോടെ തരുന്നെങ്കിൽ. BMW ഉണ്ട്, പുള്ളിക്ക് യാതൊരു സന്തോഷവും ഇല്ല. അപ്പോൾ ഇതിനകത്ത് യാത്ര ചെയ്താലും എനിക്കറിയാം, ഞാൻ ചില സൈക്കിളിലൊക്കെ വരുന്ന മാന്യ സഹോദരന്മാരുണ്ട്, എന്ത് സന്തോഷമാണെന്നറിയോ? അതെ, ആ സൈക്കിളൊക്കെ ചവിട്ടി ഇങ്ങനെ കണ്ടിട്ട് സന്തോഷം. ഇടയ്ക്ക് ഒരു കൈ ഞാൻ എനിക്കറിയാം ഒത്തിരി പേര് എന്ത് സന്തോഷത്തോടെ. അതേസമയം ബെൻസേ വരുന്ന തള്ളയും തന്തയും യോഗത്തിന് വന്നിരിക്കുമ്പോഴും തള്ള
എന്തുകൊണ്ട് കൊച്ചമ്മേ? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. ചാണകം തളിച്ചു മെഴുകിയ വീടാ, ഒരു ചെറ്റപ്പരയാ. പക്ഷെ അതിനകത്ത് നിന്ന് വരുന്ന ചിലർ എന്ത് സന്തോഷമാണെന്നറിയാമോ? ഞങ്ങളുടെ നാട്ടിലൊരു മാന്യ കുടുംബമുണ്ട്. അവർ ആ വീട്ടിലെ അച്ചായനും കൊച്ചമ്മയും മക്കളും പാടത്ത് പണിയെടുക്കുക. എന്നും രാവിലെ ജോലിക്കൊക്കെ പോകും. ഒരു ചെറിയ വീടാ. സന്ധ്യയാകുമ്പോഴാ നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ എനിക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നു. എനിക്കത് വലിയ പ്രയാസമാണ്. ഒന്നെങ്കിൽ അതിന് പാലോ വല്ലതും കൊടുക്കുകയോ, അല്ലെങ്കിൽ അത് ശാന്തമാക്കി ഇരുത്തുകയോ, അതല്ലെങ്കിൽ വെളിയിലോട്ടൊന്ന് പോവുകയോ. എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇല്ല, നമ്മുടെ ആണോ? എന്നാലും കുഴപ്പമില്ല. ശാന്തമാക്കി വെച്ച് പറയണം, പിണങ്ങി പോകരുതേ, എന്നെ കണ്ടേച്ചേ പോകാവുള്ളൂ. എല്ലാവരും പിള്ളേരുള്ളവരെല്ലാം ശ്രദ്ധിക്കണേ. അപ്പൊ ശ്രദ്ധിച്ചേ. അങ്ങനെയുള്ളവരെല്ലാം കൂടെ ചെറിയ നേരം പുറകെ വെളിയിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യം പോയവർക്ക് പിണക്കവും വരികയല്ല, അയ്യോടി നമുക്ക് ആളുണ്ടല്ലോ എന്ന്. അങ്ങനെ ഞരക്കമുള്ള അന്നേരം എല്ലാവരും പുറകോട്ട് പോകും. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് പതൊക്കെ. അപ്പം ആ കുടുംബത്തെ എനിക്കറിയാം. പാടത്ത് പണിയെടുക്കുക, സന്ധ്യ കഴിയുമ്പോഴാണ് വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്നു കഴിഞ്ഞ് ആ താഴെയൊക്കെ വെക്കുന്നത്. അപ്പം തുണി കഴുകാനൊക്കെ ആറ്റിലാണ് പോകുന്നത്. തുണിയൊക്കെ കഴുകി വെള്ളമൊക്കെ കോരി, അന്നൊക്കെ ആറ്റിൽ നിന്നാണ് വെള്ളം കോരുന്നത് കുടിക്കാനേ. ഇപ്പോഴല്ല മലിനമായത്. അതുമൊക്കെ ആയിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പം 8:30 9 സന്ധ്യയ്ക്ക്. പിന്നെ അത്താഴം എല്ലാം കാലമായി കഴിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം കാലമാകുമ്പോൾ 9:30 10 പക്ഷെ ഒരു 10 10:30 ആകുമ്പോഴാണ് ഇവർ പാട്ട് പാടി പ്രാർത്ഥിക്കുന്നത്. അവരുടെ സാഹചര്യം അതാ. എൻ്റെ ദൈവമേ, വലിയ ഭയങ്കര കാത്തിരിപ്പിയോ നടക്കുന്ന പ്രതീതിയാണ്. ഞാനും പോകും, കുടുംബ പ്രാർത്ഥനയാണ്. അപ്പം ഞാനും ഓടിച്ചെല്ലും. അടുത്താ, എല്ലാ ദിവസവും ഞാനും ചെല്ലും. അവരെ അച്ചായനും കൊച്ചമ്മയും 2 സഹോദരിമാരും മക്കൾ, ചിലപ്പോൾ ആ ചെറുക്കനും കാണും. അപ്പോൾ പിന്നെ അവരൊരു ഗ്രൂപ്പ് ആയിക്കോളുമല്ലോ. ഒരു മാസം അങ്ങോട്ട് ഞാൻ വീടാഴ്ച കഴിഞ്ഞ്. അപ്പം ഇവര് ഈ രാത്രിയിലെ പ്രാർത്ഥന നന്നായിട്ട് പാട്ട് പാടും. ഹൈ പിച്ചിലാണ് പാടുന്നത്. അത് നല്ല രസമാണ് പാട്ട് കേൾക്ക, ട്യൂണും സ്വരവും. ഒരു 11:30 12 വരെ ആ പ്രാർത്ഥന. അയലത്തുള്ള ആർക്കും വിഷയവുമല്ല. ഇവരുടെ പാട്ട് കേൾക്കാൻ അയലത്തുകാരിങ്ങനെ ഉറങ്ങാതിരിക്കും. ഒരു ദിവസം പാടിയില്ലേ ചോദിക്കും, ഇന്നലെ തന്നെ ആ പാട്ട് 2 എണ്ണം കുറച്ച് കളഞ്ഞുവെന്ന്. ഞാൻ മറക്കത്തില്ല അവരെ. പക്ഷേ ചെറിയൊരു വീടാ, കറണ്ടില്ല, മണ്ണെണ്ണ വിളക്കാ. അത് മണ്ണെണ്ണ വിളക്ക് ഓട്ടുവിളക്കല്ല, പാട്ടവിളക്കാ. മനസ്സിലായി കാണും. ഭയങ്കരമാണ്. അതേസമയം 2 3 നില വീട്ടിൽ താമസിക്കുന്ന തള്ളേനെ എനിക്കറിയാം. ചുമ്മാ കസാര നിറച്ചിങ്ങനെ ഇരിക്കുന്നതല്ലാതെ അത് ഇന്ന് വരെ ആയത്തിലൊരു പാട്ട് പാടുവോ? 90 കിലോ ഉണ്ട് തള്ള, 1/2 കിലോയുടെ ഗോത്രം പോലും ഇന്ന് വരെ തള്ള പറഞ്ഞിട്ടില്ല. ഇനിയും പറയുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷ. പുള്ളിയുടെ കയ്യിൽ നിന്ന് കോപത്തിലൊന്നും മേടിക്കരുത്, ഒന്നും മേടിക്കരുത്. കാണുമ്പം വലിയ രസമൊക്കെ ആയിരിക്കും. രാജാവ്, കോട്ട്, സൂട്ട്, ടൈ, കിരീടം, പൊൻചങ്കോൽ, കാഴ്ചക്ക് ഫോട്ടോയ്ക്ക് നല്ലതാ. അതൊക്കെ പിടിച്ചോണ്ട്
പക്ഷേ കോപത്തിലാ തന്ന്. അല്ല, കോപത്തിൽ തന്നത് കൊണ്ട് അന്ത്യം എങ്ങനായിരുന്നു? അന്ത്യം നല്ല അന്ത്യം ആന്നോ? ശൗല് മരിച്ചതിനെ പറ്റി എല്ലാരും പറയുന്നത് ആത്മഹത്യ ചെയ്തെന്നാ. ഏതാണ്ട് ശരിയാ, ആത്മഹത്യ ചെയ്തെങ്കിലും ജീവൻ പോയില്ല. ഒടുവിൽ അമാലേക്കൻ വെട്ടിക്കൊന്നു. 31:1 മുതൽ വായിച്ച ശൗമേലിന്റെ 1-ാം പുസ്തകം 31:1 മുതൽ. എന്നാൽ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഫെലിസ്ത്യന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി ഗിൽബോവ പർവ്വതത്തിൽ നിഹതന്മാരായി വീണു. അടുത്തത് പിന്തുടർന്നു എന്നും. അടുത്തത് ഫെലിസ്ത്യർ അവരുടെ പുത്രന്മാരാകുന്ന യോനാനാൻ, അബീനാദാബ്, മെൽക്കിഷുവ എന്നിവരെ വാളിന്റെ വായ്ത്തലയ്ക്ക് കൊന്നു. മുറുകി വില്ലാളികൾ അവനെ തെറ്റിവെച്ചു. വില്ലാളികൾ ആരും വിഷമത്തിലായി ശൗൽ തന്റെ ആയുധവാഹനോട്, ഈ അഗ്രധർമ്മികൾ വന്ന് എന്നെ കുത്തിക്കളയെ അപമാനിക്കാതിരിക്കുകയും ചെയ്യേണ്ടതിന് നിന്റെ വാളൂരി എന്നെ കുത്തുക എന്ന് പറഞ്ഞു. ആയുധവാഹൻ ഭയപ്പെട്ടത് കൊണ്ട് അവന് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. ശൗൽ മരിച്ചു വന്ന ആയുധവാഹൻ കണ്ടപ്പോൾ താനും പോയി അങ്ങനെ തന്നെ ചെയ്തെന്ന്. കോപത്ത് കിട്ടിയത് കൊണ്ടായി പരുവക്കേട്. ഇനി 2-ാം പുസ്തകം 1:1 മുതൽ വായിച്ചേ. ശമൂവേലിന്റെ ശൗല് മരിക്കുകയും ദാവീദ് അമാലേക്യരെ സംഹരിച്ച് മടങ്ങി വന്ന് സിക്ലാഗ് വന്നപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരുത്തൻ തലയെ പൂടിയെല്ലാം മാറിയിട്ട് ഓടി പാളയത്തിൽ നിന്ന് ഓടി വന്ന് ദാവീദിന്റെ അടുക്ക വന്ന് സാഷ്ടാംഗം വീണവനെ നമസ്കരിച്ചു. ദാവീദ് അവനോട്, നീ എവിടുന്ന് വരുന്നെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഓടിപ്പോരുക എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, കാര്യം എന്തായി പറക എന്ന് ചോദിച്ചതിന് അവൻ പറഞ്ഞത്, ജനം പടകിൽ തോറ്റോടി അനേകർ പടകിൽ പട്ടുപോയി. ശൗലും എൻ്റെ മകൻ യോനാനാനും പടകിൽ പട്ടുപോയി എന്ന് ഉത്തരം പറഞ്ഞു. വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരനോട് ശൗലും എൻ്റെ മകൻ യോനാനാനും പടകിൽ പട്ടുപോലും നീ എങ്ങനെ അറിഞ്ഞുവെന്ന് ചോദിച്ചതിന് വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരൻ ദാവീദിനോട്, ഞാൻ എതിർച്ചയാ ഗിൽബോവ പർവ്വതത്തിങ്കിൽ വന്നപ്പോൾ ശൗൽ തന്റെ കുന്തത്തിന്മേൽ ചാരി നിൽക്കുന്നത് തേരും കുതിരപ്പടയും തുടർന്നടക്കുന്നതും കണ്ട് അവൻ പുറകോട്ട് നോക്കി എന്നെ കണ്ടു. നീ ആരെന്ന് ചോദിച്ചതിന് ഞാനൊരു അമാലേക്യനെന്ന് പറ അമ്മാമ്മ പറ വാക്കി. അവൻ എന്നോട്, നീ അടുത്ത് വന്ന് എന്നെ കൊല്ലണം, എന്റെ ജീവൻ മുഴുവൻ എന്നിൽ ഇരിക്കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആകെയാ ഞാൻ അടുത്ത് ഞാൻ അവനെ വെട്ടിക്കൊന്നെന്ന്. നല്ല മനസ്സോടല്ല കൊടുത്തത്. ദൈവത്തിന് മഹത്വം. ഭാഗമൊക്കെ ചിന്തിച്ചാൽ ഭയപ്പെടുക. വല്ലാത്ത മരണം. അതുകൊണ്ടാണ് ശൗല് മരിച്ചപ്പം ദാവീദ് വിലാപകാവ്യം, ധനുർഗീതം 1:17. ശമൂവേലിന്റെ 2-ാം പുസ്തകം 1:17. അനന്തരം ദാവീദ് ശൗലിനെ അവന്റെ മകൻ യോനാഥാനെ കുറിച്ച് ധനുർഗീതം അഭ്യസിപ്പിക്കാൻ കൽപ്പിച്ചത് അത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നല്ലോ. ഇസ്രായേലെ, നിന്റെ പ്രതാപമായി വന്നിന്റെ ഗിരികളിൽ നിഹതന്മാരായി പട്ടുപോയത് അങ്ങനെ ഗത്തിൽ പ്രസിദ്ധപ്പെടുത്തരുത്. അസ്കലോം വീഥികളെ ഘോഷിക്കരുത്. ഫെലിസ്ത്യപുത്രിമാർ സന്തോഷിക്കരുത്. അഗ്രചർമ്മരുടെ കന്യകമാർ ഉല്ലസിക്കുകയും അരുത്. ഗിൽബോവ പർവ്വതങ്ങള്, നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ വഴിപാട് നിങ്ങളെ ഉണ്ടാകാതിരിക്കട്ടെ. അവിടെയല്ലോ വീരന്മാരുടെ പരിചയം എറിഞ്ഞു കളഞ്ഞത്. ശൗലിന്റെ തൈലാഭിഷേകമില്ലാത്ത ദാരുണ മരണമാണ്. അതുകൊണ്ട് ആ സങ്കീർത്തനത്തിൽ ദാവീദ് പാടി, നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചെന്ന്. ശൗല് മരിച്ചപ്പം ദേശം കിടുങ്ങി. അതിനാ അത് പറയാം. ശൗലാരാ? കടിച്ചു കീറുന്ന ചെന്നായ ബെന്യാമീൻ ഗോത്രം. യാക്കോബിന്റെ ഇഷ്ടഭാര്യ റേച്ചലിൽ കൂടി ജനിച്ച നല്ല ചെറുക്കനാ ബെന്യാമീൻ. വലങ്കയുടെ പുത്രൻ എന്നാ പേരിട്ടെ. കടിച്ചു കീറുന്ന ആ ഗോത്രത്തിൽപ്പെട്ടവനാ. ചെറിയ കുടുംബമൊന്നുമല്ല, നല്ല കുടുംബക്കാരനാ ശൗല്. പക്ഷെ മരണം വളരെ ദാരുണമാണ്. 2, എല്ലാവരേക്കാളും തോൾപ്പൊക്കമുള്ളവൻ. സ്തോത്രം. 3, ഇഷ്ടം പോലെ കാശുള്ള വീട്ടിൽ. കീശിൻ്റെ മകൻ. കാശുകൊണ്ട് നമുക്ക് കാശുണ്ട്, കീശയില്ല. കീശയുണ്ട്. ഇതെല്ലാം ഒത്തിണങ്ങിയവനാ. പിന്നെ ഇവരെ പറ്റി വേറെ 2 പദം. നല്ല കോമളത്വമാ, നല്ല ഫിഗറാ, നമ്മളെ പോലൊന്നും അല്ല. ഈയിടെ ഒരു പാസ്റ്റർ സഭയെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പെണ്ണുങ്ങളെല്ലാം പുള്ളിക്ക് അനുകൂലം. അവൻ പുള്ളി പറഞ്ഞു, പാസ്റ്ററെ വിടണ്ട, എന്തോ ഗ്ലാമറാ.
നമ്മളെയൊക്കെ അന്നേരം സ്ഥലം മാറ്റാനാ പറയാനേ. കാരണം ഒന്നേ നീളം കുറവ്, അല്ലേ കറുപ്പ്, അല്ലേ നീളമാണെങ്കിൽ വെളുപ്പുമില്ല. പെണ്ണുങ്ങൾ ഇതൊക്കെ നോക്കുക. എന്നാ നിങ്ങളിങ്ങനെ നടന്ന കാര്യമാണ്. എവിടാന്ന് എന്നോട് ഇപ്പോൾ ചോദിക്കരുത്. പിന്നെ നിർബന്ധമാണ് ഞാൻ ഫോൺ നമ്പരും ഒക്കെ തരാൻ വിളിച്ചു ചോദിച്ചാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ കിട്ടും. പെണ്ണുങ്ങൾ പറഞ്ഞു ഭാഷ വിടാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. ഇതുപോലൊരു ഭാഷ ഇനി പുള്ളി ടൈയൊക്കെ കെട്ടി നിന്നാൽ തന്നെ നമ്മൾ ടൈ കെട്ടി നിന്നാലോ? ഇതൊക്കെ മതി. ദൈവത്തിൻ്റെ മഹത്വം. ആൾക്കാരൊക്കെ അത് നോക്കുമെന്ന്. പിന്നെ ഒക്കെ നോക്കുന്നവരുണ്ട്. സഭയുടെ ചാർജൊക്കെ ഏത് കുടുംബത്തിലെ ആ പഴയതാണോ, നമുക്കുമായിട്ടൊന്നും അടുപ്പമുണ്ടോ, ഇതൊക്കെ നോക്കും ആൾക്കാർ. പഴയ കാലമൊന്നും അല്ലെന്ന്. സ്തോത്രം. അപ്പൊ നല്ല കോമളത്വമുള്ളവനാ. പിന്നെ ശൗലിനെ പറ്റി എടുക്കുന്ന കഴുകനിലും വേഗവാന്മാർ. കഴുകനിലും ഭയങ്കര സ്പീഡപ്പാ. സിംഹത്തേക്കാൾ വീര്യവാൻ. അപ്പൊ സിംഹത്തേക്കാൾ വീര്യവാൻ, കഴുകനിലും വേഗവാൻ. കോമളത്വം, കാശ്, നല്ല നെടുപ്പം, നല്ല കുടുംബം. ഇതൊക്കെ പക്ഷേ ഒടുക്കം അങ്ങനായിരുന്നു. ദൈവത്തിന് മഹത്വം. അതിന് കാരണം കോപത്തിലായി കൊടുത്തത്. കോപത്തുള്ളൊരു രാജാവിനെ അവർക്ക് വേണ്ടി കൊടുത്തു. ശൗല് രാജാവായി. ശൗല് ഈ പ്രമാണമൊന്നും അനുസരിച്ചില്ല. ഈ ഇസ്രായേലിൽ ഒരുവൻ രാജാവായാൽ രാജാവ് ചെയ്യേണ്ട കടമയുണ്ട്. അതിന് രാജധർമ്മം എന്നാണ് കൊടുത്തേക്കുന്നത്. രാജധർമ്മമുണ്ട്. എന്തുവാ രാജധർമ്മം? ഒന്ന്, രാജാവായി കഴിയുമ്പം പുരോഹിതന്മാരെ വിളിച്ചു വരുത്തിയേച്ച് ന്യായപ്രമാണത്തിൻ്റെ കോപ്പി ഒരെണ്ണം കൈ വെക്കണം. നിങ്ങളാണ്ട് ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 14 മുതലാന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചേ, കണ്ണിക തുടങ്ങുന്നത് മുതൽ. അമ്മാമ അവിടെ നിന്ന് എഴുന്നേറ്റത്തെ ഈ കസേരയെ വന്നിരിക്കുക. അതായിരിക്കും കുറച്ചുകൂടി. ഇഞ്ഞു വാ എഴുന്നേറ്റ് വാ. വളരെ നന്നായിട്ട് ചടിചാടാന്ന് വായിക്കുന്നുണ്ട്. എവിടാ വീട്? വീടും കൂടുവൊന്നും ഇല്ലേ? എവിടാ വീട്? എവിടാന്ന് ചെല്ലാനും? ഏത് സഭയിലാണ് കൂടുന്നത്? ഇവിടാന്നോ? ആണോ? വായിര് 17-ന്റെ 14 മുതൽ വായിര്. വായിച്ചോ. നിനക്ക് തരുന്ന ദേശത്ത് നീ ചെന്ന് അതിനെ കൈവശമാക്കി അവിടെ കുടിപാർത്ത ശേഷം എന്റെ ചുറ്റുമുള്ള സകല ജാതികളെയും പോലെ ഞാനൊരു രാജാവിനെ എന്റെ മേലാക്കുമെന്ന് പറയുമ്പോൾ നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന രാജാവിനെ, നിന്റെ ദൈവമായ യഹോവ അങ്ങനെ ആ രാജാവിനെ തിരഞ്ഞെടുക്കണ്ടേ? നിന്റെ ദൈവമായ യഹോവ നിന്റെ മേലാക്കുമ്പോൾ അതാ ബെന്യാമീൻ ഗോത്രത്തിൽ നിന്നെടുത്തത്. അവരുടെ ഇടയിൽ നിന്ന് വേണം. അടുത്തത് അന്യജാതിക്കാൻ അമോന്യരുടെ മോവാബരുടെ ഒന്നും എടുക്കരുത്. പിന്നെ അവന് കുതിര അനവധി എന്ന് പറഞ്ഞാൽ കുതിര അനവധി ഉണ്ടായാൽ അവന് അഭ്യാസ പ്രകടനത്തിന് പോകും. കുതിര തപ്പി മിസ്രൈമിൽ പോകും. ആ വഴിക്ക് പോകരുതെന്ന്. വൈര് ഇനിമേൽ ആ വഴിക്ക് അങ്ങനെ പ്രമാണം. അല്ല, കുതിരയോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. കുതിരയ്ക്ക് നീയോ കുഞ്ചിരോമം കൊടുത്തത്. അതിനെ വീരനെ പോലെ നിനക്ക് അങ്ങനല്ലേ എഴുതിയേക്കണേ. അത് ഹാ ഹാ എന്ന് ചെനയ്ക്കും. പടയും പടനായകനും അതിന് കുതിരയെ ചമച്ചത് നമുക്ക് ദൈവമല്ലേ. പക്ഷെ ഇവിടെ പ്രമാണം വെച്ച് രാജാവ് അനവധി കുതിരയെ സമ്പാദിക്കരുത്. അനവധി കുതിരയെ സമ്പാദിക്കാൻ നേരെ മിസ്രൈമിലോട്ട് പോകും. മിസ്രൈമിലെ പെൺകുതിര കേമപ്പെട്ടതാ. ഫറവോന്റെ രഥത്തിനെ അമിച്ചു കെട്ടുന്ന കുതിര മിസ്രൈമിലെ കുതിരയാ. അല്ല, പെൺകുതിര അതിങ്ങനെ നിൽക്കും.
അല്ല നാട്ടിൽ നിൽക്കും. പുള്ളി ഒരുത്തൻ പണ്ട് കുതിരയെ തപ്പി 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 അവസാനം കുതിരയെ കിട്ടില്ല, പെണ്ണുങ്ങളെ ഇഷ്ടം പോലെ കിട്ടി. ആരാ? പുള്ളിയോട് അത്ര താല്പര്യമില്ലെന്ന്. കുതിരയെ തപ്പി തപ്പി പുള്ളി പോയി മിസ്രയീമിൽ. ആ വഴിക്ക് പോകരുതെന്നാ. ഇയാൾ ആ വഴിക്ക് പോയി ഉള്ള പെണ്ണുങ്ങളെല്ലാം വായിച്ച രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ന്റെ 1 വായിരു. 11-ന്റെ 1. ഓൾറെഡി കെട്ടി ഒരെണ്ണത്തിനെ ഫറവോന്റെ മകളെ. അത് കൂടാതെ മോവാബ്യര്, അമ്മോന്യര്, ഏദോമ്യര്, സീദോന്യര്, കല്യാണം കഴിച്ച പുള്ളിയുടെ ഊപ്പാട് വന്നു. ഇതെല്ലാം കുതിര കച്ചവടമാ. ഇനിമേൽ ആ വഴിക്ക് നീ ദൈവവൈതലാ. ദൈവം പ്രമാണം കൊടുത്തപ്പം കർക്കശമാ പ്രമാണം. ദൈവം പ്രമാണം കൊടുത്തപ്പോ നേരത്തെ വിട്ടുപോകുന്ന അവിടുത്തെ നടപ്പ് പാടില്ല. ചെന്ന് കയറുന്നിടത്ത് രണ്ടും പാടില്ല. അവിടുന്ന് പോകുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഒത്തിരി കാര്യങ്ങൾ, അതൊന്നും ഇനി വേണ്ട. ചെല്ലുന്ന സ്ഥലത്ത് കുറേ ഇതുണ്ട്, അതും വേണ്ട. വായിച്ചേ 18:1 ലേവിയ. വാക്യം തരാം, വാക്യം വചനത്തിൽ നാകുമ്പോൾ പിന്നെ എൻ്റെ ഒങ്ങായിക്ക് പിടിക്കുകയല്ലോ. യഹോവ പിന്നെ ഈ മോശയോട് അരുളി ചെയ്തത്, അന്ന് ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ ഇനി നടക്കരുത്. അടുത്തത് കനാൻ ദേശത്തിലെ നടപ്പും പാടില്ല. തീർന്നല്ലോ. അവിടുത്തെ ഇവിടുത്തെ ഒന്നും പാടില്ല. പിന്നെ ഇവിടെ ചില പ്രമാണമുണ്ട്. ഞാൻ നിങ്ങൾക്ക് പ്രമാണം തന്നിട്ടില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ അവിടുത്തെ എല്ലാം കൂടെ എടുക്കുന്നേ? ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ പ്രമാണം, ഇതനുസരിച്ചാൽ മതി. സ്തോത്രം. ആട്ടെ, ആ ഭാഗമൊന്നും അധികം വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ഇത് ഉപവാസ പ്രാർത്ഥനയും കൂടെ ആയതുകൊണ്ടാണ് ഈ നിലയിൽ വചനം ഒന്ന് ധ്യാനിക്കുന്നത്. നല്ല കുഴപ്പമില്ലല്ലോ. അതോ ഞാൻ ഇളകണോ? ദൈവത്തിന് മഹത്വം. അവിടുത്തെ നടപ്പും പാടില്ല, കനാനിലേയും പാടില്ല. ഞാൻ നിങ്ങൾക്കൊരു പ്രമാണം തന്നിട്ടുണ്ട്, എൻ്റെ ചട്ടങ്ങളും എൻ്റെ കൽപ്പനകളും. അപ്പൊ ഇസ്രായേലിൽ ഒരുവൻ രാജാവാകുമ്പോൾ ആ കടമകൾ ആവർത്തനം 17 കർക്കശമായി കൊടുത്തിരിക്കുന്നത്. പണ്ട് ആ മിസ്രയീമിലേക്ക് നിങ്ങൾ ഇനിയും പോകരുത്. അടുത്ത വാക്യം ഇതങ്ങ് മാറ്റ്, അത് മറഞ്ഞിരിക്കുകയല്ലേ. ഞാൻ വേറെ വാക്യം പിന്നെ തരാം, പുള്ളി വായിക്കട്ടെ. വായിച്ചു. അവന്റെ ഹൃദയം മറഞ്ഞു പോകാതിരിപ്പാൻ. അടുത്തത് വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കുകയും ചെയ്യരുത്. പിന്നെ രാജാസനത്തിൽ ഇരിക്കുമ്പോൾ ലേവ്യരാകുന്ന പുരോഹിതന്മാരെ പിന്നെ വായിച്ചോ. അവൻ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെയും ഇരിക്കേണ്ടതിനും അവനും അവന്റെ പുത്രന്മാരും ഇസ്രായേലിന്റെ ഇടയിൽ ദീർഘകാലം രാജ്യഭാരം ചെയ്യേണ്ടതിനുമായി അവൻ തന്റെ ആയുഷ്കാലം ഒക്കെയും അത് വായിക്കുകയും വേണം. അടുത്തതാ, ലേവ്യരായ പുരോഹിതന്മാർക്കും ലേവി ഗോത്രത്തിനും ഇസ്രായേലിനും കൂടെ ഓഹരിയും അവകാശവും ഉണ്ടാകരുത്. യഹോവയുടെ ദഹനയാഗങ്ങളും അവന്റെ അവകാശവും കൊണ്ട് അവർ ഉപജീവനം കഴിക്കണം. ആകയാൽ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്ക് അവകാശം ഉണ്ടാകരുത്. അപ്പൊ അവിടെ വായിച്ചത്, ഇവൻ ഈ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ലേവ്യരാകുന്ന പുരോഹിതന്മാരെ വരുത്തി ന്യായപ്രമാണത്തിന്റെ
ഒന്നുകൂടെ വായിച്ച്. ന്യായപ്രമാണം വാങ്ങി അതിന്റെ ഒരു പകർപ്പ് ഒരു പുസ്തകത്തിൽ എഴുതിയെടുക്കണം. അപ്പൊ ഈ സിംഹാസനത്തിൽ ഇരിക്കുമ്പം ന്യായപ്രമാണത്തിന്റെ ഒരു പകർപ്പ് എടുത്ത് കൈ വെച്ചേക്കണം. ശൗലിന്റെ കയ്യിൽ ന്യായപ്രമാണത്തിന്റെ പകർപ്പൊന്നും അല്ല. ഒരു വാക്യം വായിച്ചേ, ശമൂവേലിന്റെ 1-ാം പുസ്തകം 18:10. 18:10. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, വായിക്കാനല്ലേ പറഞ്ഞ്. വായിക്കാത്ത എന്റെ കുഴപ്പമാണോ? എനിക്ക് അത് കിട്ടാനാ പറഞ്ഞേ. ന്യായപ്രമാണത്തിന്റെ പകർപ്പ് ആ കൈ വെക്കേണ്ടത്. ഇപ്പൊ ന്യായപ്രമാണത്തിന്റെ പകർപ്പൊന്നും കയ്യിലല്ലേ, പിന്നെ എന്തുവാ? ന്യായപ്രമാണത്തിന്റെ പകർപ്പാണ് വായിക്കുകയും ധ്യാനിക്കുകയും അതിൽ തന്നെ രസിക്കുകയും ചെയ്യും. ന്യായപ്രമാണമില്ലാതെ കൈ കുന്തമുള്ളത് കൊണ്ട് ആരെ കണ്ടാലും കുത്തും. വിശേഷിച്ച് ദാവീദിനെ കണ്ട കുത്തും. ഒത്തിരി കുത്തി അതെല്ലാം ഭിത്തിയിൽ. ഒടുവിൽ ആ കുന്തത്തിൽ അവനെ ദൈവം കയറ്റി. എൻ്റെ നിന്റെ കൈ ന്യായപ്രമാണമേ കാണാവൂ. പ്രൈസ് ദി ലോർഡ്. അവസരം കിട്ടുമ്പോഴെല്ലാം ദൈവവചനം വായിച്ച് ധ്യാനിച്ചോണം. പ്രൈസ് ദി ലോർഡ്. അവസരം കിട്ടുമ്പോഴെല്ലാം ദൈവവചനം വായിച്ച് ധ്യാനിച്ചോണം. മോനെ, കുഞ്ഞുങ്ങൾ ശാന്തമായെങ്കിൽ അവർ കയറി പോയോ? എല്ലാവരും പോയോ? അതുങ്ങളെല്ലാം പോയോ? അയ്യോ, അതെല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരാ. നീ ഇതുങ്ങൾ യോഗത്തിന് വല്ല ശാന്തതയായോ? എടാ, നിങ്ങൾ കാരണമായി ഇവരും വെളിയിലിരിക്കുന്നത്. അവര് വർത്തമാനമൊക്കെ പറഞ്ഞ് വേറെ വിഷയങ്ങളാണോ? ദൈവത്തിന് മഹത്വം. എൻ്റെ നിങ്ങളുടെയും കയ്യിൽ ന്യായപ്രമാണത്തിന്റെ കോപ്പിയെ കാണാവൂ. ന്യായപ്രമാണത്തിന്റെ പകർപ്പുണ്ടെങ്കിൽ വായിക്കും. നിന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അത് രാപകൽ ധ്യാനിക്കുന്നവൻ അഭാഗ്യവാൻ. നിന്റെ ന്യായപ്രമാണം എനിക്ക് എന്നതാ? നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ എസ്രാ ശാസ്ത്രി ന്യായപ്രമാണത്തിൽ വിദഗ്ധ ശാസ്ത്രിയാ. നെഹമ്യാവിലും എസ്രായുടെ പുസ്തകത്തിൽ ന്യായപ്രമാണം ഉറക്കെ വായിപ്പിച്ചെന്നാ. ഇത് കേട്ടപ്പോ ഞാൻ കരഞ്ഞു. സ്തോത്രം. ഇതാ കയ്യിലിരിക്കണ്ടേ. അവളിന്റെ കൈ ന്യായപ്രമാണമില്ല, കുന്തം. ഒടുവിൽ നിങ്ങൾ നോക്കിക്കേ, കുന്തത്തെ കയറി ഇങ്ങനെ നോക്കിയപ്പോ ഒരുത്തൻ അവൻ പറഞ്ഞു, ഞാൻ അമാലിയേക്കൻ. തീർന്നില്ലേ? തീർന്നോ? ഒന്നുകൂടെ ആ വാക്യം വായിച്ച്. ആ വാക്യം ഒന്നുകൂടെ വായിച്ച്. കണ്ടില്ലേ വാക്യം? ശമല്ലേ? കുന്തത്തെ കിടന്ന കാര്യം വായിക്കാനാ പറഞ്ഞേ. എന്റെ ജീവൻ മുഴുവൻ ഈ കുന്തം അകത്തോട്ട് കയറി. ജീവൻ പോകുന്നില്ല. അകത്ത് കയറി ഇങ്ങനെ കിടക്കുക. എന്റെ ജീവൻ മുഴുവൻ എന്നിൽ ഇരിക്കൊണ്ട് എനിക്ക് പരിഭ്രമം. ചെന്ന് വെട്ടി ഇവനെ കൊന്നു.
കുന്തമെടുത്തവൻ്റെ ഗതി കണ്ടോ? കൊന്നു. പിറ്റേനാൾ പെലിസ്തർ ഇങ്ങോട്ട് വന്നപ്പോൾ ശൗലും പിള്ളേരും നിഹതന്മാരായിട്ട് അവരെന്നെ അടുത്ത് അവൻ്റെ ആയുധമെല്ലാം എടുത്തു വെട്ടി. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? പിറ്റേനാൾ പിറ്റേനാള് പെലിസ്തർ നിഹതന്മാരുടെ വസ്ത്രം ഉരുവാൻ വന്നപ്പം വീണ് കിടക്കുന്ന പറഞ്ഞ മയങ്ങി കിടക്കുന്നല്ല. അടുത്തത് തല വെട്ടി ആയുധവർഗം അടിച്ചെടുത്ത്. നല്ല ഫിഗർ, തോൾപ്പൊക്കം, കാശ്, കീശ്, കോമളത്വം. ഗതികേട് കണ്ടോ? ഞാനൊരു കാര്യം പറഞ്ഞ ആ ഭാഗം വിടാം. എനിക്ക് നിങ്ങൾ ചിലരിങ്ങനെ വചനം ആസ്വദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ റൂട്ടിൽ കൂടെ ഒന്ന് പോയത്. എനിക്കിഷ്ടമാണ്, അല്ലെങ്കിൽ ഞാൻ പോകുകയല്ല. ചില വചനം വിശേഷിച്ച് കർത്താവിൻ്റെ വലിയൊരു ദാസന്മാർ. ഗതികേട് കണ്ടോ പോയത്? സ്തോത്രം. കൈ കുന്തമാ. അതേസമയം ദൈവം പറഞ്ഞപ്പം പർവ്വതത്തിലോട്ട് കയറി ചെന്ന് 40 ദിവസം അവിടെ ഇരുന്ന് പലക, ദൈവത്തിൻ്റെ പലകയിൽ എടുത്ത് അതൊക്കെ മേടിച്ച് ഇങ്ങോട്ട് വന്ന് ആ മോശയുടെ അന്ത്യം 34:5-6 വായിച്ച് ആവർത്തനം. പെട്ടെന്ന് വായിര്. വചനപ്രകാരം വചനപ്രകാരം മരിച്ചെന്ന്. അടുത്തത് ആരടക്കി? ആരടക്കിയെന്ന്? മറ്റേ പുള്ളിയെ എങ്ങനെയാ ചെയ്തത്? കൈ കുന്തം എടുത്തുകൊണ്ട് നടന്നവനെ അമാല്യകം വെട്ടിക്കൊന്ന് പിറ്റേന്ന് പെലിസ്തർ വന്ന് കടകവും കാവിലും എല്ലാം ഊരിയെടുത്ത് തലയും വെട്ടി ക്ഷേത്രത്തിൽ. സ്തോത്രം. എന്നാൽ യഹോവയുടെ ന്യായപ്രമാണത്തിൽ രസിച്ച് അത് പറഞ്ഞു കൊടുത്ത മോശയെ ദൈവം അടക്കി. അയ്യോ, ഒരു മനുഷ്യനെ ദൈവം അടക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സെൻട്രൽ പോസ്റ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ആരാ അടക്കുന്നത്? സെൻട്രൽ പോസ്റ്റ് ചില ഓവർസിയറാ. മറ്റേ പുള്ളി സൂപ്പറുണ്ട് ആണോ? പിന്നെ അവര് മറ്റേ പുള്ളി ആരാ അടക്കുക? ജനറൽ പ്രസിഡന്റ്. പുള്ളിയുടെ ഡേറ്റ് നോക്കിയാ ഒരാഴ്ചയും കൂടെ മുമ്പോട്ട്. ഇതാരുടെയും ഡേറ്റ് നോക്കിയില്ല. സ്വർഗത്തിലെ ദൈവം വന്നു വെച്ച് അങ്ങ് അടക്കി. ഞാൻ വചനം ധ്യാനിക്കുമ്പോൾ എനിക്ക് സന്തോഷം. ദൈവം അടക്കി. ഈ മോശ ഉയർക്കുന്നത് എവിടാന്ന് ചോദിച്ചാൽ നമുക്കറിയാം. വേദപുസ്തകം വായിച്ച് ധ്യാനിക്കുന്നവർക്ക് രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലാണ് ഉയർക്കുന്നത്. 2-ാമത്തെ പുസ്തകത്തിലാണ് മോശ ഉയർത്തെന്ന് എഴുതിയിട്ടില്ലെങ്കിൽ അതാ അതിൻ്റെ പഠനം. ഏലിയാവും എലീശയും കൂടെ പോവുക. അപ്പോൾ യോർദാൻ അടിച്ച് ആദ്യം ഈ ഗിൽഗാലി വന്നു. എലീശയോട് പറഞ്ഞു പൊക്കോ, ഇല്ല പോകുന്നില്ല. പിന്നെ ബഥേലി വന്നു, പൊക്കോളാൻ പറഞ്ഞു, ഇല്ല പോകുകയില്ല. പിന്നെ എരിഹോവിൽ വന്നു, പൊക്കോളാൻ പറഞ്ഞു, നിന്നാണ് ജീവനാണ്. പിന്നെ യോർദാങ്കൽ വന്നു, പുതപ്പെടുത്ത് അടിച്ചു. 2ആയിട്ട് യോർദാൻ അക്കരെ കയറി അങ്ങോട്ട് പോവുക. അക്കരെ കയറി അങ്ങോട്ട് ചെന്ന് എരിഹോവും ബഥേലും ഗിൽഗാലും, അങ്ങനെ ഓർഡർ. അക്കരെ കയറി അങ്ങോട്ട് ചെന്നപ്പോൾ യോർദാൻ കടന്നപ്പം ഏലിയാവിനെ ചുഴലിക്കാറ്റെടുക്കാൻ ദൈവം പദ്ധതി കിട്ടു. നോക്ക് നിൽക്കുമ്പം അഗ്നി അശ്വങ്ങളും അഗ്നി രഥങ്ങളും ഇങ്ങോട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു.
ഏലിയാവ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഈ എലീശ നിലവിളിച്ച്, എൻ്റെ പിതാവേ ഇസ്രായേലിൻ്റെ തേരും അവിടെ വെച്ച് മോശ ഉയർക്കുക. ഇസ്രായേലിനെ 40 വർഷം നയിച്ച തേരാളിയാ മോശ. 40 കൊല്ലം. അഗ്നിയശ്വങ്ങൾ ഒരു പദമുണ്ടല്ലോ, അഗ്നിരഥവും എന്ന് പറഞ്ഞാൽ മിസ്രൈമിലെ പെൺകുതിര വലിയ കേമപ്പെട്ട കുതിരയാ. ആ കുതിരയെ പറവോൻ്റെ രഥത്തിന് കെട്ടിക്കൊണ്ട പറവോൻ യാത്ര ചെയ്യുന്നത്. അപ്പം ഈ മോശ മിസ്രൈമിയുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന്. അപ്പം മോശയോട് എല്ലാവരും പറഞ്ഞു, നീ നല്ല പൊസിഷനാ, ഈ മിസ്രൈമിലെ കുതിരയെ അമിച്ചു കെട്ടിയ രഥത്തിലാണ് നീ ഇതിലെ, എൻ്റെ ഭാഷ വിലസേണ്ടത്. നീ ഇതെല്ലാം ഇട്ടേച്ച് ചുമ്മായി തോത്തരാൻ പറഞ്ഞവൻ്റെ കൂടെ ഒന്നും പോകരുത്, ചുമ്മാ മണ്ടത്തരം ഒന്നും കാണിക്കരുത്. ഇതൊക്കെ ഇട്ടേച്ച്, ഈ പദവി ഇട്ടേച്ച്, ഈ മിസ്രൈമിലെ പെൺകുതിരയെ അമിച്ചു കെട്ടുന്ന രഥത്തിലല്ലേ യാത്ര ചെയ്യുന്നത്, എന്തോ പദവിയാ. ഇതെല്ലാം ഇട്ടേച്ച് ചുമ്മാ കാതും കഴുത്ത് പറിച്ച കുറേ പെണ്ണുങ്ങളും മീശ പഠിച്ചില്ല കരിക്കിൻ്റെ മോന്തി എത്തിയ പോലെ കുറേ ആണുങ്ങളും കൈയടിച്ച് തോത്തരാൻ ഇതുങ്ങളുടെ എല്ലാം കൂടെ നീ അല്ലാതെ വേറൊരുത്തം വല്ലോ ഈ പദവി. മോശ പറഞ്ഞ് എനിക്ക് അതാ ഇഷ്ടം. ആ തെരഞ്ഞെടുപ്പ് മോശമായില്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ കുതിരയെന്ന് പറഞ്ഞാൽ പറവോൻ്റെ കുതിരയാ. പക്ഷേ പുള്ളിയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ നേരത്ത് സ്വർഗത്തിൽ നിന്ന് അഗ്നിയശ്വങ്ങൾ ഇറങ്ങി. സ്തോത്രം. ഇവിടുത്തെ കുതിര പറവോൻ്റെ കുതിരയാ, അത് ചത്തുപോകുന്നതാ. സ്വർഗത്തിൽ നിന്ന് അഗ്നിയശ്വങ്ങളും ഇങ്ങോട്ട് ഇറക്കി വിട്ടു. എന്തിനാണെന്നറിയാം? ഇവിടുത്തെ കുതിരയും വണ്ടി ഇട്ടേച്ചല്ലേ എന്നെ സേവിച്ച്, അവിടുത്തെ വണ്ടിയും കുതിരയും വിട്ടു ഇങ്ങോട്ട് പോരാൻ. സ്തോത്രം. അവരോ നല്ലതിനെ അധികം അതാ സ്തോത്രം. നമ്മളെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ദൈവത്തിന് മഹത്വം. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഈ ശൗല് ദാരുണമായി കൊല്ലപ്പെട്ടു. അതിനുശേഷം ദൈവം ദാവീദിനെ ബോധിച്ച പുരുഷനായി തിരഞ്ഞെടുത്തു. ദാവീദിന്റെ കാലം വന്നപ്പോൾ എല്ലാത്തിനും ഒരു ഓർഡർ വന്നത്. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. കോട്ട പണിതു, മില്ലോ പണിതു, സംഭാര നഗരം പണിതു, ആഭ്യന്തരം സുസജ്ജമാക്കി, ആരാധന ഓർഡറിൽ കൊണ്ടുവന്നു, പുരോഹിതന്മാരെ നിയമിച്ചു കൂറിൻ്റെ ക്രമത്തിൽ. അബിയാ കൂർ മുതൽ സെക്കറിയ കൂർ വരെ 24 കൂറിൻ്റെ ക്രമത്തിൽ പുരോഹിത വ്രതങ്ങളെ നിയമിച്ചു. പാട്ടുകാരി യദുതൂൻ, ഹേമാൻ, ആസാഫ് അവരെയൊക്കെ നിയമിച്ചു. ബാലയഹൂദയിൽ കുന്നിന്മേൽ അബീനാദാബിന്റെ വീട്ടിൽ നിന്ന് പെട്ടകവും കൊണ്ടുവന്നു. പെട്ടകത്തിന് മുൻപ് കുതിച്ച് നിർത്തുകയും ചെയ്തു. ആരാധനയ്ക്ക് വന്നവർക്കെല്ലാം പോകാൻ നേരത്ത് പകർച്ചയും കൊടുത്തു. എല്ലാം ഓർഡറാക്കി ദാവീദ്. ആ സ്നേഹിതൻ്റെ ചെറുക്കനുണ്ടായിരുന്നു മെബീബോശത്തിന്, അവനെയും കൊണ്ടുവന്നു. അവനോടും പറഞ്ഞു, എൻ്റെ മേശയിൽ നിന്ന് അവനാണ് അകവാൾ വെട്ടിയിരിക്കുക, എന്നാൽ ഓടാനും മേല നടക്കാനും മേല, 2 കാലും മുണത്തി. അവനെ കൊണ്ടുവന്ന് ഇരുത്തി വെച്ച് അവനെ നോക്കിയപ്പോൾ അവൻ്റെ അകവാൾ വെട്ട്. ദൈവമേ, അപ്പനെയും വല്യപ്പനെയും കൊന്ന് അവിടെ കിടന്നിട്ടും കിടത്തുകയില്ല, കൊല്ലാനാന്നോ കണ്ടിക്കാനാന്നോ. ഓടാന്ന് വെച്ചാൽ ഓടാനും എന്തോരം അക്രമമായി. ഇവന് പേടിച്ചിരണ്ടപ്പം ദാവീദയുടെ കൊച്ചനെ പേടിക്കുമൊന്നും വേണ്ട, നിന്റെ അപ്പൻ്റെ പിതൃസ്വത്ത് തരിക, നിന്റെ അപ്പൻ്റെ നീയോ എൻ്റെ ഭക്ഷിച്ചോളാൻ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെല്ലാം അനുവാദം കൊടുത്തല്ല, ഓർഡറാക്കി. എല്ലാം ക്രമീകരണം വരുത്തി കഴിഞ്ഞപ്പോൾ തൻ്റെ മകൻ അബ്ശാലോം തനിക്കെതിരായി. നമ്മൾ കുറുവാക്യം വായിച്ചത് 17-ാം അധ്യായത്തിന്റെ 27 വായിക്കുന്നത്, ദാവീദ് മഹനീമിലെത്തിയപ്പോൾ അമ്മോന്യരുടെ രബ്ബയിൽ നിന്ന് നാഗാശന്റെ മകൻ ശോബി, ലോദേബാരിൽ അമ്മിയേലിന്റെ മകൻ മാഗീർ, രോഗേലീമിൽ നിന്ന് ഗിലെയാദനായ ബർസില്ല എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടെയുള്ള ജനത്തിന് ഭക്ഷിപ്പാൻ കോതമ്പ്, യവം, മാവ്, മലര്, അമരയ്ക്ക, പയറ്, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കെട്ട് എന്നിവയും കൊണ്ടുവന്ന് ജനം മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചു ഇരിക്കുമല്ലോ എന്ന് അവർ പറഞ്ഞു.
ദാവീദ് മഹനയീമിലെത്തിയപ്പോൾ കൊട്ടാരത്തിൽ കിരീടധാരിയായിട്ട് പൊൻചങ്കോൽ കയ്യിൽ പിടിച്ച് സിംഹാസനത്തിൽ നിന്ന് ഭരിക്കേണ്ട രാജാവ് ഇപ്പോൾ എവിടെ വന്നു? മഹനയീമിൽ. ദാവീദ് മഹനയീമിൽ വരാൻ കാര്യം അബ്ശാലോമിൻ്റെ മത്സരം, സ്വപുത്രൻ്റെ മത്സരം. അതെന്താന്ന് നിങ്ങൾക്ക് വേദപുസ്തകം പഠിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. അബ്ശാലോമിൻ്റെ മത്സരം കസേര കിട്ടാനാ. ദാവീദ് ഇരിക്കുന്ന കസേര പുള്ളിക്ക് കസേര കളിയുള്ള ധാരാളം സഭകളും ആൾക്കാരും ഉണ്ട്. എല്ലാ വർഷവും കസേര കളിയാണ്. ചെല്ലു പറയത്തില്ലേ, ഈ കൊല്ലം അവൻ കയറി, അടുത്ത കൊല്ലം ഞാൻ അവനെ ഈ കൊല്ലം അവൻ പുള്ളിയെ മണിയടിച്ച് കയറിയതാ, അടുത്ത കൊല്ലം ഇവനെ കായ്ക്ക് കസേര കളിയാണ്. ചാകുന്നതിന് മുന്നേ ആ കസേരയിലൊന്ന് ഇരിക്കണം. ചിലക്ക് അതിലിരുന്ന് കഴിഞ്ഞ വെച്ചൊന്നിക്ക് ആകണം. മിടുക്കന്മാർക്ക് അതിലിരുന്നുകൊണ്ട് ആകണം. അതിനെന്ത് സൂത്രവും ഒപ്പിക്കും, എന്തു സൂത്രവും. കരിവാരത്തേക്കും ചെളിവാരി എറിയും, ആക്ഷേപിക്കും, അധിക്ഷേപിക്കും, ചതിക്കും, വഞ്ചിക്കും, കള്ളസാക്ഷി പറയും, എന്തിനും കൂട്ടു നിൽക്കുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ ഒരു ദിവസം ദൈവം നിന്നെ പിടിക്കും. ഇപ്പൊ ചില മിടുക്കന്മാരുണ്ട്, കസേര ഒന്നും കിട്ടാതെ വന്നപ്പം വലിയ അദ്വൈതം പറയുന്നവരുണ്ട്. ഉദ്ദേശിച്ച കസേരയൊന്നും കിട്ടിയില്ല. ഇപ്പൊ ഭയങ്കര ആരാണൊന്നും എന്നോട് ചോദിക്കരുത്, എന്നെ കാട്ടിക്കിടിച്ചാൽ ഞാൻ പറയുകയില്ല. പിന്നെ ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെന്ന് പറഞ്ഞ പോലെ അതൊക്കെ അവനോ ഗണിച്ചോണം. ദൈവത്തിന് മഹത്വം. കസേര കളി. അബ്ശാലോമിന് കസേര വേണം. ദാവീദിനോട് നേരിട്ട് ചോദിച്ചാൽ കൊടുക്കത്തില്ല. വിദ്വേഷം ഉണ്ടായിട്ടല്ല മോനാ. പിന്നെന്തോ അഭിഷേകമില്ലാഞ്ഞിട്ടാ. അബ്ശാലോമിന് അഭിഷേകമില്ല. അഭിഷേകമില്ലാത്തവൻ്റെ കസേര കൊടുത്താൽ അവൻ ആദ്യം കസേര എടുത്ത് മറ്റവൻ്റെ തലയ്ക്കടിക്കും. അപ്പം നേരായ മാർഗത്തിൽ കിട്ടിയില്ലേ സൂത്രം. ഞാൻ കൃത്യസമയത്ത് നിർത്താം, അതുകൊണ്ട് ഇടയ്ക്കത്തെ ഭാഗമെല്ലാം വിട്ട് നമുക്ക് പോകാം. സൂത്രം, അബ്ശാലോമിൻ്റെ സൂത്രം എങ്ങനെയാണെന്നറിയോ? വെളുപ്പിനെ എഴുന്നേക്കും, പ്രാർത്ഥിക്കാനല്ല, പാര. വെളുപ്പിനെ എഴുന്നേക്കും. സാധാരണ നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റ് പാട്ട് പാടി പ്രാർത്ഥിക്കും, ഇല്ലയോ? നമ്മൾ എഴുന്നേറ്റ്, എൻ്റെ ഒരു അഭിപ്രായമാണ്, ബാത്റൂമിലൊക്കെ വന്ന് പോയി കുളിക്കുകയാണേ വളരെ നല്ലത്. അത് മിക്കവാറും നടക്കുമെന്ന്. ഹൈന്ദവരായ സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ രാവിലെ കുളിച്ചേച്ച ക്ഷേത്രത്തിൽ, നമ്മുടെ ആൾക്കാർ മിക്കവരും കുളിക്കാതെ വരാ സഭായത്തിന്. എല്ലാവരുടെയും കാര്യമല്ല. പിന്നെ ഇതിനൊക്കെ ഒന്നാമത് കുളിക്കാതെ വന്ന് ചിതൂടെ അടിക്കുമ്പോൾ എന്നാ ഗടുമ്പ് നാറ്റമാണെന്നറിയാം, രണ്ടും കൂടെ ആകുമ്പം. അതിനൊക്കെ ബഹുമാനിക്കേണ്ടത് ഹൈന്ദവരായ പ്രിയപ്പെട്ടവരെയാണ്. അവർ കുളിച്ച് നല്ല ശുചിത്വത്തോടെ ക്ഷേത്രത്തിൽ നല്ല മാതൃകയാണ്. അത് ദൈവം നമ്മൾ പാട്ട് പാടും, കുളിച്ചോ, കുളിക്കാതായിരുന്നു പാടുന്നേ, കുളിച്ചോ. എല്ലാവരോടും ചോദിക്കുക കുളിച്ചോ എന്ന്. ഇവൻ കുളിക്കാതായിരുന്നു. ഈ പാട്ട് പാടുമ്പോൾ ഒരു ലോജിക്ക് വേണ്ടേ? അപ്പൊ ശ്രദ്ധിക്കുക, അബ്ശാലോം വെളുപ്പിനെ എഴുന്നേക്കും. പ്രാർത്ഥിക്കാനൊന്നുമില്ല. നമ്മൾ സാധാരണ രാവിലെ എഴുന്നേറ്റ് പാട്ട് പാടും. അധികാലത്തു ജ്ഞാനത്തിൻ പടിവാതിൽക്കലുണർന്നു, അധികാലത്തു ജ്ഞാനത്തിൻ പടിവാതിൽക്കലുണർന്നു, മടിക്കാതെ ജീവമാർഗം പഠിച്ചും കൊള്ളും നോൻ ധന്യൻ, മടിക്കാതെ ജീവമാർഗം പഠിച്ചും കൊള്ളും നോൻ ധന്യൻ. മനമേ ഉണർന്നു സ്തുതിക്കാ നിൻ ദൈവത്തെ, നീ മനമേ ഉണർന്നു. അപ്പൊ രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. 3-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ദാവീദ് പറയുക, ഞാൻ സ്തോത്രം, നീ രാത്രിയിൽ എന്നെ താങ്ങി, രാവിലെ ഞാൻ ഉണർന്നിരിക്കുന്നു, ദൈവത്തെ സ്തുതിക്കണം. 63-ലുണ്ട്, എന്തുവാ? ദൈവമേ അധികാലത്ത്. ഇതൊക്കെയാ പ്രമാണം. ആ സ്ത്രീകൾ രാവിലെ ഇരുട്ടുള്ളപ്പം കലറിലോട്ട് പോയി. എന്തിനു പോയതാ? എന്തിനു പോയതാ? അങ്ങ് ഉറക്കമൊന്നുമില്ല പാസ്റ്ററെ. ദൈവത്തിന്റെ മഹത്വം. അതിരാവിലെ ഉണർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അബ്ശാലോം അധികാരത്ത് എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്താനല്ല. വായിച്ചേ 15:1. അടുത്തത്
ആ പാട്ടുപാടി പ്രാർത്ഥിച്ചെന്നാന്നോ? അവസാനം അധികാലത്ത് എഴുന്നിട്ട് വടിവാലൊക്കെ പോയി വഴിയരികെ അവ പ്രാർത്ഥിക്കുന്നൊന്നുമില്ല. അവിടെ പോയി നിൽക്കുക. അടുത്തത്, ഇസ്രായേലിൽ ആർക്കെങ്കിലും വ്യവകാരം ഉണ്ടായിട്ട് മഹാരാജാവാകുന്ന ദാവീദിന്റെ മുഖം കാണിക്കാൻ വന്നാൽ ഇവൻ ആൾക്കാരെ അകത്തോട്ട് വിടത്തില്ല, വെളിയിലിട്ട് അവനെ വശീകരിക്കും. നീ ആരാ, എവിടുത്തുകാരൻ, എവിടുന്ന് വരുന്നു? ഉടനെ അവൻ പറയും, ഞാൻ ഇന്ന ഗോത്രക്കാരൻ ഇന്നടുത്തിന്ന് വരുന്നു. ഉടനെ അബ്ശാലോം പറയാം, നീ പറഞ്ഞ കാര്യമല്ല, ന്യായവും നേരും ഉള്ളതാ. അവ കേൾക്കുന്നവന് നല്ല സന്തോഷം, അവൻ നല്ലതാന്നല്ലേ പറഞ്ഞേ. എന്നിട്ട് 4-ാം വാക്യം പറയാം, ഹാ വടക്കും വ്യവകാരമുള്ളവരെല്ലാം കൂടെ എൻ്റെ അടുക്ക വന്നിട്ട് ഞാൻ അവർക്ക് ന്യായം തീർപ്പാൻ തക്കവണ്ണം ദേശത്ത് എന്നെ ന്യായാധിപതി ആക്കിയിരുന്നെങ്കിൽ. എന്ത് തന്ത്രമാന്ന് നോക്കിക്കേ. ഓ പുള്ളിക്ക് ഇതിന് നേരം ഒന്നുമില്ല, പക്ഷെ എന്നെ ആക്കുകാരുന്നേ. പണ്ടൊരു സെൻട്രൽ പാസ്റ്ററെ ഒതുക്കിയ ചൊരുത്താൻ സെൻട്രൽ പാസ്റ്ററായി. അവസാനം സെൻറ്ററിൻ്റെ യോഗം നടക്കുമ്പം കർത്തനമേശ എടുത്ത് ചപ്പം നുറുക്കി വെച്ച് പിന്നെ പറയാനറിയാൻ മേല. അപ്പൊ അടുത്ത പുള്ളി, ഇനി എന്നാ പുള്ളി പറയുന്നത് തന്നെ തിന്നാൻ പറഞ്ഞല്ല എന്നാ. മറ്റേ ആ പ്രായമുള്ള ദൈവദാസൻ നല്ല മര്യാദയ്ക്ക് അതെല്ലാം ചെയ്തോണ്ട് ഇരുന്നതാ. ഇവൻ കുബുത്തി ഉണ്ടാക്കി അയാളെ സൂത്രത്തിൽ എലക്ഷനേ അന്ന് ജീവൻ സെൻട്രൽ പാസ്സായി മുടുത്തൊരു ജിബ്ബായി വിട്ടുകൊണ്ട് നിൽക്കുക ഇങ്ങനെ. അപ്പോൾ ഇവിടെ നുറുക്കി വെച്ച് പിന്നെ പറയണ്ട എന്നാന്ന്. ഡെഡ് ബോഡിയുടെ മുന്നിൽ വന്ന് ഒരുത്താൻ പ്രാർത്ഥിച്ചെന്നാ പറഞ്ഞത്, കർത്താവെ വാഴ്ത്തി നുറുക്കി തരണമേ. ഏതാ ഡെഡ് ബോഡി? വെള്ള പതപ്പിച്ചിട്ടേക്കല്ലേ, കർത്തമേശയ്ക്കും അങ്ങനല്ലേ, വെള്ള പതപ്പിച്ചു. സൂത്രവും തന്ത്രമാ മുഴുവൻ സൂത്രമാ. സൂത്രക്കാരെയൊക്കെ ദൈവം കൗശലത്തിൽ പിടിക്കും, ഒടുവിലൊരു പിടി പിടിക്കും. എൻ്റെ പ്രിയരെ, ഞാൻ ഭയത്തോടെ പറയാം, നിങ്ങൾ ചില കാര്യം കേട്ട് സന്തോഷത്തോടെ രസിച്ച് ചിരിക്കുന്നെങ്കിലും ഭയത്തോടെ പറയാം, ഒരു സൂത്രവും ഇതിനകത്ത് ഇറക്കരുത്, ഒരു സൂത്രവും ഇതിനകത്ത് ഇറക്കരുത്. നല്ലതുപോലെ അറിയുന്നൊരു കർത്താവുണ്ട്. വലിയ പ്രശസ്തനൊന്നും ആകുന്നവൻ വരികയല്ല. എപ്പോഴും നോട്ടീസ് പേരൊന്നും വരാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാവരും ഒന്നും അറിയത്തില്ലായിരിക്കും, സ്വർഗം അറിയുന്നുണ്ടല്ലോ. ഇവിടെ എല്ലാവരും അറിയുന്നവരെ മിക്കവാറും അവിടെ അറിയാൻ സാധ്യത. ദൈവത്തിൻ്റെ മഹത്വം. പേടിച്ചാ പറയാൻ, ഞാൻ എന്നെ പ്രതിയാക്കിയായി പറയാൻ. സൂത്രമെല്ലാം കാണിച്ച് ഇവനെ പറയാ, ഹാ വടക്കും വ്യവഹാരമുള്ളവരെല്ലാം കൂടി എൻ്റെ അടുക്ക വന്നിട്ട് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് നേരമില്ല. ഞാനവർക്ക് ന്യായം തീർക്കാൻ തക്കവണ്ണെ എന്നെ ആക്കുമായിരുന്നേ. എന്നിട്ട് ആരെങ്കിലും ഇവനെ കാണാൻ വന്നാൽ അവനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ. എന്നിട്ട് ചക്കര വാക്ക്. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ ഇവരെ വശീകരിച്ചെന്ന 6-ാം വാക്യത്തിന്റെ ഒടുവിൽ അങ്ങനെ 12-ാം വാക്യത്തിന്റെ ഒടുവിൽ ഇങ്ങനെ എന്നുണ്ട്, വായിച്ചേ, ഇങ്ങനെ. അപ്പൊ അങ്ങനെ ഇങ്ങനെ മതി. അങ്ങനെ ഇങ്ങനെയല്ല, ഇവൻ ജനത്തെ വടകി. എന്നിട്ട് ദാവീദിനെതിരെ കാര്യങ്ങൾ ഒരുക്കി. ഇവൻ പറഞ്ഞു ദാവീദിനെ ഒതുക്കിയാക്കാന്ന് പറഞ്ഞു. അബ്ശാലോം ഹബ്രോന് രാജാവാകുന്ന പെരുമ്പറ മുടക്കി വിളംബരം. ഉള്ള ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും എല്ലാം പുള്ളി രാജാവായെന്ന് ഉടനെ അഭിനന്ദനങ്ങൾ, ആശംസകൾ. അങ്ങനല്ലോ ഇപ്പം. നീണാൾ വാഴട്ടെ, പുതിയ രാജാവിന് ആയുരാരോഗ്യ. ആയുരാരോഗ്യ സൗഖ്യമൊക്കെ കൊടുത്തു. പക്ഷേ 19:10 വായിച്ച്, ആയുരാരോഗ്യ സൗഖ്യം. നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്തിരുന്ന എങ്ങനുണ്ട് നീണാൾ.
ആണല്ലോ. ഇവിടെ വായിക്കുന്ന നമുക്ക് രാജാവായി. ആവർത്തനത്തിൽ വായിച്ചത് നിന്റെ ദൈവം ഒരുത്തന്നെ രാജാവാക്കണമെന്ന്. ദൈവം രാജാവാക്കേണ്ടതിന്റെ പറയും ഇവന്മാരെല്ലാം കൂടെ. അതായി ഇങ്ങനെ ഗതികേട് വന്ന നമുക്ക് രാജാവായി നാം തിരഞ്ഞെടുത്ത അംശാലവും പടയിൽ തീർന്നു. 3 കുന്തം പള്ളക്കകത്ത് കുത്തിക്കടത്തി 10 പേര് വട്ടം കൂടി പട്ടിയെ തല്ലും പോലെ തല്ലിക്കൊന്നു ഇവനെ. എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണു തകർന്നി പോർക്കളത്തിൽ. എന്നിലും ഭക്തർ എന്നിലും യാഹേ നീ എൻ്റെ ആമേൻ വാഴ്ത്തും ഞാൻ നിന്നെ സ്തുത്യർഹമേ തവ മം സ്തുത്യർഹ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. ഇവൻ പട്ടുപോയി. എന്തിനേറെ ദാവീദിനെതിരെ കരുക്കൾ ഒരുക്കി. രാജാവായെന്ന് ദാവീദ് കേട്ടപ്പോൾ പേടിച്ചു. കിരീടമെല്ലാം വേണ്ടെന്ന് വെച്ച് പൊൻചൊങ്കോൽ മാറ്റിയിട്ട് രാജവസ്ത്രം ധരിക്കാതെ ദാവീദ് കൊട്ടാരം വിട്ട് ഓടിച്ച് പറയാം. ക്ലേത്തരും പിളയത്തരുമാകുന്ന 100-400 പേരെയും കൂട്ടി ഓടി കിദ്രോൻ തോട് കടന്ന് ഒലിവുമല കയറുക. ഒലിവുമലയുടെ കയറ്റം കയറി അങ്ങോട്ട് ചെന്നപ്പോൾ അർഹനായ ഹൂശായി ദാവീദിൻ്റെ സ്നേഹിതനാ. ദാവീദിനോട് പറഞ്ഞു ഞാനും നിൻ്റെ കൂടെ വരിക. അപ്പോൾ പറഞ്ഞു നീ ഇപ്പം എൻ്റെ കൂടെ വരണ്ട, യെരൂശലേമിലോട്ട് പോകണം. ചിലപ്പോൾ അഗീതോബേൽ എനിക്കെതിരെ പാര വെക്കാൻ സാധ്യത കൊണ്ട് നീ അങ്ങോട്ട് പോകാം. അവൻ ഒതുങ്ങണേ, നീ എല്ലണം, പൊക്കോളാൻ പറഞ്ഞു. ദാവീദ് പിന്നെയും മുമ്പോട്ട് ഓടുമ്പോൾ ഗേരയുടെ മകൻ ശിമയി ശൗൽ കുടുംബത്തിൻ്റെ ബന്ധുവും ബെന്യാമീൻ ഗോത്രജനും ആ ദാവീദിനെ കണ്ടപ്പം കല്ലും പൂടിയെല്ലാം മാരി എറിഞ്ഞു ശാപിച്ചു പ്രാഗി. ശൗൽ കുടുംബത്തെ നശിപ്പിച്ചവനെ രക്തപാതക നീജ പോ എന്ന് പറഞ്ഞ് പ്രാഗി. ഏറുകൊണ്ടും പ്രാക്കേറ്റും പോയപ്പോൾ അബീഷായി പറഞ്ഞു അച്ചായ അവനെ തീർത്തേക്കട്ടെ എന്ന് ചോദിച്ചു. ദാവീദ് പറഞ്ഞു അവനൊന്നും നമ്മുടെ വിഷയമില്ല, എൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടവൻ കൊടുവാളുമായിട്ട് നിൽക്കുക, പിന്നെ ഇവൻ അവിടെ. പിന്നെ മുമ്പോട്ട് ഓടി യോർദാൻ കടവിൽ ചെന്നു. ദാവീദ് യോർദാൻ കടവിൽ കൂടെയുള്ളവരും കൊണ്ട് തങ്ങിയപ്പോൾ അർഹനായ ഹൂശായി യെരൂശലേമിൽ വന്നു. ഓടിച്ചു പോവുക. ഹൂശായി യെരൂശലേമിൽ വന്നപ്പോൾ അഗീതോബേൽ ദാവീദിനെതിരെ എഴുന്നേറ്റു. അഗീതോബേൽ അബ്ശാലോമിനോട് പറഞ്ഞു അബ്ശാലോമേ രാജ്യത്വമൊക്കെ നിൻ്റെ കൈ കിട്ടി, കാര്യമൊക്കെ കിട്ടി, പക്ഷേ നിൻ്റെ ഭരണം ശരിയാകുകയില്ല. അതെന്നാ നിൻ്റെ അപ്പൻ ദാവീദ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കസേര ശരിയാകുകയില്ല. അതെന്നാ നിൻ്റെ അപ്പൻ വലിയ സൂത്രശാലിയല്ലയോ, അവനെ ജീവിക്കുന്നു. അപ്പോൾ അബ്ശാലോം ചോദിച്ചു അതിനെന്നാ പോകാൻ വഴി? ഉടനെ പ്രവാചകൻ പറഞ്ഞു അപ്പനെ തട്ടണം. യോ അങ്ങനെയും പ്രവചിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പനെ ഉടനെ അബ്ശാലോം അതിനെന്നാ പോകാൻ വഴിയെന്ന് അപ്പനെ തട്ടാൻ. അപ്പോൾ അഗീതോബേൽ പറഞ്ഞ അതിനൊക്കെ പോകാൻ വഴി എൻ്റെ കയ്യിലുണ്ട്. ഇന്ന് രാത്രി 12,000 പേര് തിരഞ്ഞെടുത്ത് ഞാൻ ദാവീദിനെ പിന്തുടരും, നീ വരണ്ട, ഞാൻ പോവും. ക്ഷീണിച്ചു മതൈര്യപ്പെട്ടും ഇരിക്കുന്ന അവനെ ഞാൻ ആക്രമിച്ചു ഭ്രമിപ്പിക്കും. അപ്പോൾ അവൻ്റെ കൂടെയുള്ള ജനമെല്ലാം ചിതറും, അവൻ ഒറ്റയ്ക്കാകും, ഞാൻ അവനെ വിട്ടു. വായിച്ചേ 17:1 മുതൽ വായിക്കല്ലേ. ആ എങ്ങനുണ്ടാ ദൂത്? അഗീതോബേൽ ദാവീദിനെതിരായി ദൂത് പറഞ്ഞു. അഗീതോബേൽ ആരാ? ദാവീദിന്റെ മന്ത്രി. 15:12 ദാവീദിന്റെ മന്ത്രിയായ, അപ്പൊ ദാവീദിന്റെ മന്ത്രി. 16:23 അക്കാലത്ത് അഗീതോബേൽ പറയുന്ന ആലോചന അരുളപ്പാട് പോലെ, അരുളപ്പാടല്ല പോലെ. 1 ദാവീദിന്റെ മന്ത്രി, 2 കുടുംബത്തിന്റെ ഉപദേഷ്ടാവ്, അഡ്വൈസ് ചെയ്യുന്ന ആളാണ്.
അപ്പൊ ഈ കുടുംബത്തിന്റെ ഈ ദാവീദിന്റെ വീട്ടിൽ പ്രശ്നം വന്ന അന്നേരം വിളിക്കുന്നത് അഗീതോബനെ. പണ്ടൊക്കെ പഴയ പെന്തിക്കോസുകാർക്കൊക്കെ കുടുംബ പ്രവാചകന്മാരുണ്ട്. എന്തിലൊരു വിഷയം കൊച്ചം ക്ലാസ്സിൽ കയറുന്നില്ല, ഉടനെ പുള്ളി വായിക്കേ വരും. പക്ഷേ എന്നെ അവൻ ക്ലാസ്സിൽ പോകും. ഈ പുള്ളി പറയാൻ പോലെ അവിടുത്തെ കാര്യം. ദാവീദിന്റെ കുടുംബത്തിന്റെ ഉപദേഷ്ടാവാ, അഡ്വൈസ് ചെയ്യുന്ന ആളാ, മന്ത്രിയും കൂടാ. അപ്പൊ സ്വന്തം മന്ത്രിയും കുടുംബത്തിന്റെ ഉപദേഷ്ടാവ് ഇപ്പൊ നേരെ നേരെ കടക്ക് വരുത്ത. അതെന്നാ ശമൂവേലിന്റെ 11-12 അധ്യായം പഠിക്കുമ്പോൾ, ശമൂവേലിന്റെ 2-ാം പുസ്തകം, ബത്ശേബ എന്ന് പറയുന്ന സ്ത്രീയെ ദാവീദ് സൂത്രത്തിൽ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. പുള്ളി വലിയ മിടുകനാ. ബത്ശേബ അഗീതോബേലിന്റെ കൊച്ചുമകളാ. അപ്പൊ ദാവീദ് ഈ മട്ടുപ്പാവിൽ കയറി നോക്കിയപ്പോൾ ഒരു സ്ത്രീ നീരാടുന്നു. അപ്പൊ പുള്ളി അന്വേഷിച്ചു ആ പെണ്ണ് ഏതാന്ന്. അപ്പോൾ അവിടെ എഴുതിക്കണം, അവൾ എലിയാമിന്റെ മകളെന്ന. ആ 11-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു. അവൾ ദാവീദ് ആളയച്ച് ആ സ്ത്രീയെ പറ്റി അന്വേഷിച്ചു. അവൾ എലിയാമിന്റെ മകൾ മതി. അപ്പൊ ഈ ബത്ശേബ ആരുടെ മകളാ? എലിയാമിന്റെ മകൾ. എലിയാം ആരാ? ദാവീദിന്റെ വീരന്മാരുടെ പട്ടികയിൽപ്പെട്ട ഒരുത്തനാ. ശമൂവേലിന്റെ 2-ാം പുസ്തകം 23-ആം തോന്നുന്നു, 23-ാം അധ്യായത്തിന്റെ 35-ാം വാക്യമാണെന്ന് തോന്നുന്നു. താള് മറിക്കുമ്പോ ഇടത്തുവശത്ത് മേളിൽ എന്നതാ മാമേ വായിച്ചോ. 34 അത് എത്രാം വാക്യമാ? 34 വായിച്ചു. മാക്കാത്തിന്റെ ഗീലോന്യനായ അഗീത്തോബേലിന്റെ മകൻ എലിയാ മതി. ഗീലോന്യനാകുന്ന അഗീത്തോബേലിന്റെ മകൻ. ഇവരെല്ലാം ആരാന്നറിയാമോ? 23-ന്റെ 8-ാം വാക്യം മുതൽ വായിച്ചേ. ഇവിടെ മുതൽ വായിരു. ദാവീദിനുണ്ടായ വീരന്മാരുടെ പേരുകളാവിത്. അക്കമോന്യൻ, അത് ക്ലിയർ ആക്കി വെച്ച് ബാക്കി വായിച്ചാ മതി. മതി മതി മതി. അപ്പൊ വീരന്മാരുടെ പട്ടിക എല്ലാം ഭയങ്കര വീരന്മാരാ കൂടെ ഉള്ളത്. അങ്ങനെ വീരന്മാരുടെ പട്ടിക പറഞ്ഞു വരുമ്പോൾ ഗീലോന്യനാകുന്ന അഗീതോബേലിന്റെ മകൻ എലിയാം. ഈ സ്ത്രീ ഏതാന്ന് അന്വേഷിച്ചപ്പോൾ എലിയാമിന്റെ മകൾ. അപ്പൊ അഗീതോബേലിന്റെ മകനാകുന്ന എലിയാമിന്റെ മകളാണ് ബത്ശേബ. അഗീതോബേലിന്റെ കൊച്ചുമോളാ. കൊച്ചുമോളെ സൂത്രത്തിൽ കൊണ്ടുവന്ന് കൊട്ടാരത്തിലാക്കി മരുമകന് കത്ത് കൊടുത്ത് തട്ടുകയും ചെയ്തു. മിടുക്കനല്ല. അഗീതോബന് അകത്ത് നല്ല ചൊരുക്കിരിപ്പുണ്ട്. പക്ഷെ 12 പുള്ളി ചൊരുക്കൊന്നും ഇറക്കിയില്ല. കാരണം സാഹചര്യം കിട്ടണ്ടേ. ചെല്ലിപ്പടത്തില്ല. ഇപ്പം ഞാൻ മിണ്ടുന്നില്ല, എൻ്റെ കയ്യിൽ നിന്നല്ല അവനെ പരുവത്തിന് കിട്ടും. പിന്നെ ഉപവാസ പ്രാർത്ഥനയാണ്ട് ഞാനൊന്നും അങ്ങനെ ഇരിക്കുമ്പോൾ താണ്ട നല്ല ചാലൊരുങ്ങി വന്നു. അപ്പം ചാലിനോട് പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ പൊക്കോളാന്ന്. ഇന്ന് രാത്രി 12,000 പേരെ തെരഞ്ഞെടുത്ത് ഞാൻ ദാവീദിനെ പിന്തുടരും. ക്ഷീണിച്ചും അധൈര്യപ്പെട്ടും ഇരിക്കുന്ന അവനെ ഞാൻ ദൂത് കറക്റ്റ്. ദാവീദ് ക്ഷീണിച്ചിരിക്കുക. ക്ഷീണിച്ചു. അണ്ട 16-ന്റെ 14 വായിച്ചേ. കറക്റ്റ്. രാജാവും കൂടെയുള്ള സകല ജനവും കറക്റ്റ് ദൂതാ പറഞ്ഞ് ക്ഷീണിച്ചു. 3-ന്റെ 38 വായിച്ചേ. 3:38.
ഇന്ന് ഇസ്രായേൽ ഒരു വീരനും മകാരുമാനും പട്ടുപോയത് നിങ്ങൾ അറിയുന്നില്ലയോ? ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവൻ എങ്കിലും അപ്പൊ ക്ഷീണിച്ചിരിക്കുക. ദൂര് കറക്റ്റാന്നേലും അഭിഷേകത്തിന് വിരോധമായിട്ട് വന്ന് ദൈവം അതങ്ങ് അബദ്ധമാക്കിയത് ഹൂശായിയെ കൊണ്ടാ. ഈ അഗീറോബേൽ ദൂര് പറഞ്ഞേച്ച് പോയി. ഉടനെ അബ്ശാലോ നമ്മളെ പോലെ നമുക്ക് ഹൂശായിയും കൂടെ വിളിക്കും. പുള്ളിയുടെ അഭിപ്രായം കൂടെ. ഇന്നലെ വന്നത് മുക്കത്ത് കുഞ്ഞൂഞ്ഞാ പ്രവാചകൻ, ഇന്ന് വരുന്നത് കൂടൽ കുഞ്ഞൂഞ്ഞ. അപ്പം നാളെ വരുന്നത് മിന്നൽ ജോർജ് കുട്ടി, മറ്റന്നാൾ വരുന്നത് അഞ്ചൽ ജോർജ് കുട്ടി, അതിൻ്റെ പിറ്റേന്ന് പിന്നെ വരുന്നത് ML ജോർജ് കുട്ടി. എല്ലാവരുടെ മുന്നിൽ മുട്ടനാട് തലയാട്ടുമ്പോൾ ഒരുത്തൻ പറയുന്നതല്ല ഒരുത്തൻ പറഞ്ഞു ഇവിടെ വീട് വെക്കുന്നതായിട്ട് കാണുന്നില്ല. പിറ്റേ പുള്ളി പറഞ്ഞു ഇവിടെ തന്നെ വെക്കുന്നതായിട്ടാ കാണുന്നത്. ഉടനെ മറ്റേ പുള്ളി പറഞ്ഞു എങ്ങും വീട് വെക്കുന്നതായിട്ട്. അവസാനം നമ്മളൊരു തീരുമാനത്തിൽ ഞാൻ ഇനി എങ്ങും പോകുന്നില്ല. പണി എല്ലാം ക്ലോസ് ആയി. വല്ല കാര്യമുള്ള കാര്യമാണോ? മര്യാദയ്ക്ക് ജീവിച്ചല്ലേ. ഏനാ കുത്തിയെടുപ്പ് നിറയ്ക്കാൻ പോലെ ഇരുന്ന് ഞാൻ കറക്റ്റ് കാര്യമല്ലേ പറഞ്ഞേ. ഇപ്പോഴത്തെ തീരുമാനം എങ്ങും ഇനിയും പോകുന്നില്ലെന്ന്. ദൈവത്തിന് മഹത്വം. അഗിരോബാല് ദൂര് പറഞ്ഞേച്ച് അങ്ങോട്ട് പോയി. ഉടനെ പറയാ ഹൂശായിയെ വിളിക്കുക. അവന്റെ അഭിപ്രായം കൂടെ വായിച്ചേ. 17:5 അർഹനായ ഹൂശായിയെ വിളിക്കുക, അവന്റെ അഭിപ്രായം കൂടെ. അപ്പൊ അഗീറോബേല് പറഞ്ഞത് 17:1 മുതലുണ്ട്. പുള്ളിക്ക് അങ്ങോട്ട് തൃപ്തി വരുന്നില്ല. ഹൂശായിയെ വിളിക്കുക, അതുകൂടെ നമുക്കൊന്ന്. പണ്ടൊക്കെ ഇങ്ങനെ പ്രവാചകന്മാരെയൊക്കെ വിളിച്ചു വെച്ച് ഒരു പായിൽ പ്രവാചകൻ ഒറ്റയ്ക്ക് ഇരിക്കും, വീട്ടുകാർ ഇപ്പുറത്തെ പായി ഇരിക്കും. ഇപ്പോഴല്ല, പണ്ട്. ഇവിടുത്തെ രീതി അറിയത്തില്ല. അങ്ങനെ പാട്ട് പാടി പ്രാർത്ഥിക്കണേ, പ്രവാചകൻ പ്രാർത്ഥിച്ചാട്ട് ഉടനെ മിക്കവരും സഹോദരി പാവങ്ങൾ അപ്പോ ഇടപെടണമേ വ്യക്തമാണ്. ഒരു വിറവലൊക്കെ ഉണ്ട് കേട്ടോ. ഓ അപ്പോ ഉടനെ പ്രവാചകൻ മകളെ ഉടനെ കാസറ്റ് ഓൺ ചെയ്യുന്നതാ. ടേപ്പർക്കാരുമായിട്ടായിരിക്കുന്നേ. മകളെ പിന്നെ മകൾ മിണ്ടുകയല്ല, മുഴുവൻ ഇത് പിടിച്ചെടുക്കുക. എന്നിട്ട് പ്രവാചകൻ പോയി കഴിയുമ്പോൾ അകത്ത് കയറി ഇട്ടേച്ച് പിന്നെ ഇത് തന്നെ പണി. ഞാൻ തമാശ പറഞ്ഞതല്ല. ഇപ്പൊ പിന്നെ വലിയ വലിയ പ്രവാചകന്മാർ കാസറ്റ് ഒന്നും വേണ്ട. അവിടെ വന്ന് സൂസൻ ഒരു 10 സൂസനെങ്കിലും ഉണ്ട്. അതുങ്ങളും ഇപ്പൊ തർക്കവാ. എന്നെ അടി വിളിച്ചത് പൊടി, നിന്നെ എന്നെ വിളിച്ചത്. ഇപ്പൊ കാടടച്ച് വെടിവെക്കുക. കടഭാരത്താൽ വലിക്കുന്ന ചിലരെ കാണുന്നു. ഒരു 90 കടവായിട്ടിരിക്കുക. കാടടച്ചുള്ള വെടിയല്ലേ ഇപ്പൊ, അല്ലേ? ദൈവാത്മാവ് ചെല്ലു പറഞ്ഞില്ലേ, നിങ്ങളുടെ വീടിനപ്പുറേ പുളിയാന്നോ പ്ലാവാന്നോ ഒരു എന്തോ ഒരു മരം. എടാ, ദൈവാത്മാവ് അങ്ങനാന്നോ പറയുന്നേ? ഗദയോനോട് പറഞ്ഞു നിന്റെ അപ്പന്റെ രണ്ടാമത്തെ 7 വയസ്സുള്ള കാളയുടെ പ്രായം വരെ പറഞ്ഞു. ദൈവം അങ്ങനെ പറഞ്ഞു. അത് രണ്ടാമത്തെ എത്ര കൃത്യമായിട്ടാ പറഞ്ഞേ. എന്നിട്ട് ഈ വട്ടം നിന്ന് പറയാം പുളിയാന്നു ആഞ്ഞിലി. നീ പെണ്ണുങ്ങൾ പോണോ? ആഞ്ഞിലിയാ പാസ്റ്റേ. അത് ആഞ്ഞിലി. അല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ചെറിയ ചക്ക പോലെ ഇവനെ എല്ലാം അങ്ങ് വെടിവെച്ച് കൊല്ലണം.
മനുഷ്യനെയെല്ലാം തെറ്റിച്ചും നശിപ്പിച്ചും. എടാ ദൈവം പറഞ്ഞാൽ കൃത്യമാ പറയണേ. കൃത്യം പറയും, ഡേറ്റ് പറയും, ടൈം പറയും, പേര് പറയും, പ്രായം പറയും. അപ്പൊ ഹൂശായിയെ വിളിക്ക്. അവന്റെ അഭിപ്രായം കൂടെ. ഹൂശായി അബ്ശാലോമിന്റെ അടുക്ക വന്നപ്പോൾ അബ്ശാലോം ഹൂശായിയോടെ ഇന്ന പ്രകാരമല്ല അഗീതോബൽ പറഞ്ഞു, അവൻ പറഞ്ഞതുപോലെ ചെയ്യണോ അല്ലെങ്കിൽ നീ പറയാൻ പറഞ്ഞപ്പോൾ ഹൂശായി അബ്ശാലോമിനോട് പറഞ്ഞാൽ അഗീതോബൽ ഇപ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല. നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നു പോയി കരടിയപ്പോൾ ഉഗ്രമാനസനും നിന്റെ അപ്പൻ വലിയ യോദ്ധാവാകുന്നു. അവൻ ജനത്തോടു കൂടെ രാമാർഗത്തിൽ അവനിപ്പോൾ വല്ല മലയിലോ ഗുഹയിൽ എന്നെ നോക്കാം അങ്ങോട്ട് നോക്ക്, അവൻ വല്ല ഗുഹയിലോ വല്ല എടുത്ത് വായിക്കും. അതുകൊണ്ട് ആരംഭത്തിക്കും തന്നെ ഇവർ ചിലർ പട്ടുപോയാൽ അബ്ശാലോമിന്റെ പക്ഷക്കാരി മഹാസംഹാരം ഉണ്ടാകുന്നു ഇസ്രായേൽ മക്കളെല്ലാം കൂടി അറിയും. അപ്പോൾ സിംഹഹൃദയമുള്ള ശൂരനും കൂടെ അശേഷം ഉരുകിപ്പോകും. ദൈവത്തിന് മഹത്വം. കറക്റ്റ് ദൂത് തിരിച്ചിട്ട് റൂട്ട് മാറ്റി ദൂത് കറക്റ്റാ പറഞ്ഞ് ക്ഷീണിച്ചിരിക്കുക. ഹൂശായിയെ കൊണ്ട് ദൈവം അടിച്ച് തീരിപ്പിച്ചു. അബ്ശാലോമിനോട് പറഞ്ഞു, അബ്ശാലോ നിന്റെ അപ്പന്റെ കാലം മുതൽ കുടുംബ പ്രവാചകനാ, ഒക്കെ പച്ചലയും കത്രിയാൻ പോലെ ഒക്കെ സംബന്ധിച്ച്. പക്ഷെ ഇത് തെറ്റി. നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരാ. നിന്റെ അപ്പൻ നീ ഉദ്ദേശിക്കുന്ന ആളല്ല കേട്ടോ, ഭയങ്കര വീരനാ. അങ്ങനെ ഒറ്റ ഏറെറിഞ്ഞപ്പം മറ്റവൻ കവണ് വീണ്. നിന്റെ അപ്പൻ അറിയാമോ നിനക്ക്? നീ ഒന്നും ജനിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ കവണക്കകത്ത് കല്ലെടുത്ത് അങ്ങോട്ട് വെച്ച് വീശി ഒലിയാത്തൻ്റെ നെറ്റിക്കിട്ട് ഉന്നം പിടിച്ചു. ഒറ്റ ഏറ് കൊണ്ടവൻ അന്നാലും തറ വീരനവൻ. അന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞത് വീണ ശിവൻ ഫോട്ടോ എടുത്ത് നിൽക്കൽ ഓടിച്ചെന്ന് അവൻ്റെ നെഞ്ചത്തോട്ട് കയറി അവൻ്റെ ഉറയുന്ന അവൻ്റെ വാളെടുത്ത് അവൻ്റെ പെടലിയും വിട്ട് വന്നവനാണ് നിൻ്റെ അപ്പൻ. നീ ഉദ്ദേശിക്കുന്ന ആളല്ല നിൻ്റെ അപ്പൻ. അവൻ മട്ട് പറയുന്നതാ. അത് കേട്ടോണ്ട് നീ വിറ്ററി എന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്നാ ഇടകരുത്. നിന്റെ അപ്പനും അവൻ്റെ ആളുകളും വീരന്മാരാ. ദാവീദിന്റെ വീരന്മാരുടെ പേരാണ് മുമ്പേ വായിച്ചത്. തക്കമോന്യൻ ഒരുത്തനാണ് കൈ തളർന്ന് വാളോട് പറ്റി വരുന്നത് പോലെ ഗോതമ്പ് വലി വെച്ച് വെട്ടി. അത്ര ഒരുത്തൻ. വേറൊരുത്തനെ പറ്റി വായിക്കുന്ന അവൻ്റെ പേര് ബെനയാവെന്ന. അവൻ ഹിമകാലത്തൊരു ഗുഹയിലോട്ട് ചെന്നപ്പോൾ ഒരു സിംഹം ഒറ്റയടിക്കതിനെ കൊന്നവൻ. പട്ടി വരുമ്പോൾ ബൈബിൾ എറിഞ്ഞ് വെച്ച് ഓടുന്ന ആൾക്കാരാണ് നമ്മൾ. നരാ സിംഹത്തെ ഒറ്റയടിക്ക് പോന്നു സിംഹത്തെ. ഒരിക്കലും അവൻ ചെന്നപ്പോൾ ഒരു കോമളരൂപിയാകുന്ന മിശ്രൈമൻ കുന്തമായിട്ട് നിൽക്കുന്നു. അവൻ കൈക്ക് തട്ടി വെച്ച് കുന്തം പിടിച്ച് അവനെ കുത്തിക്കൊന്നു. അത്ര വീരന്മാരാ. ഒരിക്കൽ ദാവീദ് പറഞ്ഞു, എനിക്ക് ഈ ബേത്ലഹേം കിണറ്റിലെ വെള്ളം കുടിക്കണം. അന്ന് പെലിസർക്ക് കാവൽപ്പട്ടാളമാ. രണ്ട് വീരന്മാർ അതിലേ കൂടെ ചെന്ന് ബേത്ലഹേം കിണറ്റിൽ ചെന്നെന്ന് കാവൽപ്പട്ടാളത്തിൻ്റെ ഇടയിൽ കൂടെ ചെന്ന് ബേത്ലഹേമിൽ നിന്ന് വെള്ളം കോരി അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് ദാവീദിൻ്റെ കൈ കൊടുത്തു. ദാവീദ് അയ്യോ ഞാൻ അങ്ങനെ ഓടിക്കും. അത്ര വീരന്മാരാ. നീ ആളും തരം അറിയാതെ കയറി കളിക്കരുത്. അതാ സങ്കീർത്തനത്തിൽ പറഞ്ഞു, അവനെൻ്റെ കൈകളെ പോരിനായിട്ടും വിരലുകളെ യുദ്ധത്തിനായി. അത്രയ്ക്ക് മിടുക്കനാ നിന്റെ അപ്പൻ. നിന്റെ അപ്പനും അവൻ്റെ ആളുകളും വീരന്മാരും മാത്രമാണോ? കാട്ടിൽ കുട്ടികൾ കവർന്നു പോയ കരടിയെ പോലെ ഉഗ്രമാനസനാ നിന്റെ അപ്പൻ. ഈ കാട്ടിൽ കരടിയുടെ കുട്ടി കവർന്നു പോയാൽ സംഭവിക്കുന്നത് എന്നാണെന്നറിയാം? ഉറക്കെ പറഞ്ഞ കാട്ടിൽ കരടിയുടെ കുട്ടിയെ കവർന്നു പോയാൽ എന്ത് സംഭവിക്കും? ആ കരടി അടുത്ത് ആരേലും ചെന്നാൽ അവൻ്റെ ഹൃദയത്തിൻ്റെ നെയ്വല കീറും. ഒരു വാക്യം തെളിവിന് തരാം. ഞാൻ റെഫറൻസ് അങ്ങ് മറന്നു. വല്ല മജനമുണ്ടോ? മജനമില്ലാതെ ചെല്ലി ഈ വായിപ്പിക്കുന്ന എന്നാണെന്നറിയാമോ? ചെല്ലി എന്നെ പറ്റി പറഞ്ഞ അയാൾ വായി വരുന്നതെല്ലാം വിളിച്ച് പറയുമെന്ന്. എടാ വായി വരുന്നതൊക്കെ വചനത്തിൽ നിന്നാ. നിനക്ക് ഇത് ബോധമില്ലാത്ത ഞാൻ എന്നെ എടുക്കാനാ?
വാക്യം തരാം. അപ്പൊ ചില ആൾക്കാർ എന്നെ പറ്റി പറഞ്ഞ അയാൾ വായി വരുന്നതല്ല. ഞാനിപ്പോൾ ഇത്ര നേരം എത്ര വചനം പറഞ്ഞു? നിങ്ങൾ തന്നെ പറ. ഒരു 10-25 പറഞ്ഞില്ലേ? ഇപ്പം അമ്മ പറ, അതിന് എന്നെ കൊണ്ട് വായിപ്പിച്ചു പോലില്ല അയാൾ. എൻ്റെ വായി ഇതൊക്കെയാ വരുന്നത്. ഒരു വാക്യം വായിച്ച്, കാട്ടിൽ കരടിയുടെ കുട്ടി നഷ്ടപ്പെട്ട കരടി എന്ന് എന്തോ ചെയ്യും. ഹോശേയ പ്രവചനം 13:8. ആയിര് എടുത്തു വെച്ചേക്കാണ് മൊബൈലിൽ. കുട്ടികൾ പോയ കരടിയെ പോലെ ഹൃദയത്തിന്റെ നെയ്വല കീറും. ആരാ കരടി? കരടിയുടെ കുട്ടിയെ കാണാതെ വന്നാൽ അവൻ്റെ അടുക്ക ചെല്ലുന്നവൻ്റെ ഹൃദയത്തിൻ്റെ നെയ്വല കീറും. നിന്റെ അപ്പൻ കാട്ടിൽ കുട്ടികൾ നഷ്ടപ്പെട്ട കരടിയെ പോല എൻ്റെ പറിച്ചു കീറും. അവൻ പോരുതെന്ന് പറഞ്ഞു. നിന്റെ അപ്പനും അവൻ്റെ ആളുകൾ വീരന്മാരും കാട്ടിൽ കുട്ടികൾ നഷ്ടപ്പെട്ടു പോയി കരടിയെ പോലെ ഉഗ്രമാനസൻ. മാത്രമല്ല നിന്റെ അപ്പൻ യോദ്ധാവാ, നല്ല യോദ്ധാവാ. അടുത്തത്, നിന്റെ അപ്പൻ നല്ല ബുദ്ധിയുള്ളവനാ, കൂർമ്മ ബുദ്ധിക്കാരനാ. അഖിലോൽ പറഞ്ഞ് അങ്ങോട്ട് രാത്രി ചെല്ലുമ്പോൾ പുള്ളി നടുക്ക് കാണും, മറ്റവൻ പേടിച്ചോടും. അന്നേരം ഇയാളെ നമുക്ക്, നിന്റെ അപ്പൻ ബുദ്ധിമാനല്ലേടാ, അവൻ ജനത്തോടുകൂടെ ബുദ്ധിയാ. പണ്ട് ബുദ്ധിയുടെ വൈഭവശ്രേഷ്ഠം ഗത്തിൽ ആഗീഷിൻ്റെ മുന്നിൽ ചെന്നപ്പോൾ ആഗീഷ് പറഞ്ഞു, ഇവനാ ആവീതല്ലേ. ഉടനെ പുള്ളി ഭ്രാന്തങ്ങ്, ഉടനെ തുപ്പലെല്ലാം ഈ ക്രീ കൂടെ നിന്നു. അപ്പോൾ ആഗീഷ് ഒന്നുകൂടെ കണ്ട് തിരിമേച്ച് നോക്കി. അപ്പോൾ പുള്ളി പറഞ്ഞു, എടാ ഇവിടെ വട്ടന്മാരില്ലാണ്ടാന്നോടാ, ഇവിടെ എല്ലാം അരവട്ടന, അന്നേരം മുക്കാവട്ടനുമായിട്ട്. അന്നേരം എല്ലാം പുള്ളി ഇങ്ങനെ വട്ടത്തരം കാണിക്കുക, ഭിത്തിയിലൊക്കെ. അവൻ ആഗീഷ് പറഞ്ഞ് ഇറക്കി വിടാൻ പറഞ്ഞു. ഈ വട്ടനൊക്കെ എങ്ങനെയും പോട്ടെന്ന് ഓർത്ത് ആയിരിക്കുമ്പോൾ പിന്നെ. അപ്പോൾ എൻ്റെ ഭാവനയാണ്, ഒരുത്തൻ ദാവീദിൻ്റെ പെടലേക്ക് പിടിച്ച് ഞങ്ങളുടെ ഭാഷയാണ് തത്തിച്ച് ഇങ്ങനെ. അപ്പോൾ തത്തിച്ചുകൊണ്ട് പോകാൻ പുള്ളി കാണിക്കുക, തത്തിച്ചുകൊണ്ട് പോവാ, തത്തിച്ച് ആഗീഷ് പറഞ്ഞ് ബൗണ്ടറിയുടെ അപ്പുറം വിട്ടാക്കാൻ പറഞ്ഞ്. അപ്പോൾ തത്തിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി ഒരു തള്ളു പോടാന്ന് പറഞ്ഞു. ഇവിടെ കണ്ടുപോയത് തള്ളി അങ്ങോട്ട് പോയി. എൻ്റെ ഭാവനയാണ്. ആയോ അങ്ങോട്ടെടുത്ത് പുള്ളി പറയാ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും. 34 ഹെഡിങ് ആയിരം മാമേ, 34 ഹെഡിങ്. ഓ, ദാവീദ് അബീമേലെക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും. അത്ര ബുദ്ധിമാനാ. സ്തോത്രം. നിന്റെ അപ്പം ഭയങ്കര ബുദ്ധിമാൻ. അവൻ ജനത്തോട് കൂടെ ഒന്നും രാമാർക്കത്തില്ല. നീ ആളെ കൂട്ടി അങ്ങോട്ട് ചെല്ലുമ്പോൾ കാട്ടുകുട്ടികൾ നഷ്ടപ്പെട്ട കരടിയെ പോലെ അവന്മാർ കയറി അടിക്കും. അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ ഇവർ കുറച്ച് പേര് പട്ടുപോയാൽ അബ്ശാലോമിൻ്റെ പക്ഷക്കാരിൽ മഹാസംഹാരം ഉണ്ടായെന്ന് ഇസ്രയേൽ എല്ലാം അറിയും. അപ്പോൾ സിംഹഹൃദയമുള്ള ശൂരനും കൂടെ അശേഷം. അതുകൊണ്ട് തിരുമനസ് തന്നെ പോകുന്നതാ. അങ്ങനെ അബ്ശാലോ ആളെ കൂട്ടി ദാവീദിൻ്റെ പിന്തുടർന്നു. അപ്പം അഹീതോഫേൽ ദൂത് പറഞ്ഞു, അത് അബദ്ധമാക്കി. ദൂത് മാത്രമല്ല അവനെയും കൂടെ അങ്ങ് അയാൾ തൂങ്ങിച്ചെത്തന്നാണ് എഴുതിയേക്കുന്നത്. 17:23. ആ ചാകുകയാണെ അങ്ങനെ ചാകണം. തൂങ്ങിച്ചാകുകയാണെ എങ്ങനെ ചാകണം? എല്ലാം ക്രമപ്പെടുത്തിയിട്ട് റേഷൻ കാർഡ് എടുത്ത് കൊടുക്കണം, കരമടച്ച രസീത്,
പിന്നെ എല്ലാം കൊടുക്കണം. പാസ്ബുക്ക്, ATM കാർഡുണ്ട്, അത് കൊടുക്കണം. ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതും എഴുതി വച്ചേക്കണം. കിട്ടാനുണ്ടെങ്കിലും എഴുതി വെക്കണം. പിന്നെ തൂങ്ങിച്ചാകാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ തലയാഴ്ച വില്ലേജ് ഓഫീസിലും പഞ്ചായത്തിലും പോയി അതെല്ലാം യോടിയല്ല. എന്തിനാ വാക്യമില്ലാത്ത? പിന്നെ അതും എഴുതണം. എല്ലാം ക്ലിയറാക്കി എഴുതണം. ഒക്കെ എന്തെങ്കിൽ പെട്ടിയുടെ കാശൂടെ. പക്ഷെ നിത്യതയിലെത്തുകയല്ല, നിത്യതയിലെത്തത്തില്ല. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യരുത്. പക്ഷെ ഇവിടെ ഇവൻ ആത്മഹത്യ ചെയ്യാൻ കാരണം അഭിഷേകത്തിന് വിരോധമായിട്ടാണ് കളിച്ച്. അയ്യോ അങ്ങ് ഒതുക്കി, അവൻ തൂങ്ങിച്ചത്തു. അഗീമാസും യോനാഥാനും വന്ന ആലോചന പറഞ്ഞ ദാവീദിനോട്, ദാവീദേ അബ്ശാലോം വരുന്നുണ്ട് നിന്നെ കൊല്ലാൻ. അങ്ങനെ അഗീമാസിൻ്റെ യോനാഥാൻ്റെ ആലോചനയാൽ ദാവീദ് രാജാവ് യോർദാൻ കടവ് കടന്ന് കയറിപ്പോയ സ്ഥലമാണ് മഹനയീം. അതാണ് നമ്മൾ 17:27 വായിച്ച. ദാവീദ് മഹനയീമിൽ എത്തിയപ്പോൾ അമ്മോനിയുടെ രബ്ബയിൽ നിന്ന് ആകാശിന്റെ മകൻ ശോഭി. ഇവർ മഹനയീമിലെത്തി. ഒരു കാര്യം പറഞ്ഞ് ഓടിച്ചങ്ങ് നിർത്താം. മഹനയീമിലെത്തിയപ്പോൾ 3 പേര് ഭക്ഷണം കൊടുത്തു. ശോഭി, മാഗീർ, ബർസില്ലായി. അതിൽ പ്രഥമനും പ്രധാനിയും ബർസില്ലായി. കൊടുത്തതാ കിടക്കാൻ കിടക്കകള്, കിണ്ണങ്ങൾ, മൺപാത്രം, പിന്നെ ഭക്ഷണ സാധനങ്ങൾ, കോലമ്പ്, യവവും അമരക്കായും പയറും പരിപ്പും. ഇതെല്ലാം ദാവീദ് കഴിച്ച് ബലപ്പെട്ടു. ഓടിച്ചവസാനിപ്പിക്കാം. പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങി. അബ്ശാലോമിനെ കൊന്നു. ജനമെല്ലാം കൂടെ പറഞ്ഞ് ദാവീദിനെ തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ തിരിച്ചു വരാൻ നേരത്ത് ദാവീദ് പറഞ്ഞു, ഞാൻ യെരൂശലേമിലോട്ട് വരാം, പക്ഷെ ഞാൻ യോർദാൻ കടവ് കടക്കണമെങ്കിൽ ബർസില്ലായി വരണം. എൻ്റെ കഷ്ടകാലത്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെ അവനെ എനിക്ക് മറക്കാനൊക്കത്തില്ല. ബർസില്ലായിയെ കൊണ്ടുവന്നു. പക്ഷെ ബർസില്ലായി ഒരു വിട്ടിയാണെന്നാ, അത് കാശുണ്ടെങ്കിലും ബോധമില്ലെന്നാണ് തോന്നുന്നത്. ചിലക്ക് കാശ് കണ്ടമാനമുണ്ട്, യാതൊരു വെളിവില്ലാത്ത ആൾക്കാരുണ്ട്. ചിലക്ക് നല്ല വെളിവുണ്ട്, പക്ഷെ 5 പൈസ എടുക്കാൻ ഇല്ല. ഇതെല്ലാം എല്ലാ ടൈപ്പും ഉണ്ടേ. അപ്പോൾ ഇയാൾക്ക് വെളിവില്ല. ദാവീദ് പറഞ്ഞു, ബർസില്ലായി നിന്നെ ഞാൻ യെരൂശലേമിലോട്ട് കൊണ്ടുപോകാൻ പോവാ. 19:31 വായിച്ചേ. ഗിലെയാദിനായ ബർസില്ലായും രോഗേലേമിൽ നിന്ന് ദാവീദിനെ യോർദാനക്കര യാത്ര ചെയ്യിപ്പാൻ വന്നു. അടുത്ത വാക്യം. ബർസില്ലായിക്ക് 80 വയസ്സുണ്ട് കേട്ടോ. 80 വയസ്സുള്ള വയോധികനായിരുന്നു. ദാവീദ് രാജാവ് മഹനയീമിൽ പാർത്തിരുന്ന കാലത്ത് അവനായിരുന്നു ഭക്ഷണ സാധനങ്ങളെല്ലാം ദാവീദിന് കൊണ്ട് കൊടുത്തത്. അടുത്തത് ഒത്തിരി കാശുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ദാവീദ് രാജാവ് ബർസില്ലായിയോട്, നീ എന്നോട് കൂടെ യെരൂശലേമിൽ, ഞാൻ നിന്നെ യെരൂശലേമിൽ എൻ്റെ അടുക്ക പാർപ്പിച്ച് രക്ഷിക്കുമെന്ന് പറഞ്ഞോണ്ട് ബർസില്ലായി എന്നാ പറഞ്ഞേ? ബർസില്ലായി ദാവീദിനോട് പറഞ്ഞത് എന്തെന്നാ, ഞാൻ എന്തിന് യെരൂശലേമിൽ നിന്നോട് കൂടെ വരണം? ഞാൻ ഇത് ബോധമില്ലെന്നായി പറഞ്ഞേ. ഞാനിനി എത്ര നാള്, എനിക്ക് ഇത് വല്ലോം ചോദിച്ചോ? ഇയാൾ എത്ര നാൾ ജീവിച്ചിരിക്കുന്നത്, ഇയാളുടെ പ്രായം എന്നാന്ന് വല്ലതും പുള്ളി ചോദിച്ചോ? പുള്ളി പറഞ്ഞാൽ നീ യെരൂശലേമിലോട്ട് കൊണ്ടുപോകാന്നാ പറഞ്ഞത്. ചോദിക്കുന്നതിനല്ല സമാധാനം. അങ്ങനെ ഉണ്ട്, ചോദിക്കുന്നതിനല്ല. ഞാൻ ഒരു കൊച്ചമ്മയുണ്ട്, അച്ചായൻ എന്ത് ചെയ്യേ? അനീഷ, അത് ഞങ്ങളുടെ അമ്മച്ചിയുടെ ഒരു ചേട്ടത്തി കൊടമാളൂരുണ്ടല്ലോ, ഉണ്ട്. പുള്ളിക്കാരിയുടെ മോളെ കെട്ടിച്ചേക്കുന്ന മുണ്ടക്കയത്താ. മുണ്ടക്കയത്ത് ലിസിന്ന് അറിയത്തില്ല. അവരുടെ മോളാ എൻ്റെ മോടെ കൂടെ നേഴ്സിങ്ങിന് ഒന്നിച്ച്. നമ്മൾ ചോദിച്ചാൽ അച്ചായൻ എന്ത് ചെയ്യുന്നു ചോദിച്ചേനാ. അപ്പോൾ ഞാൻ ചിലരോട് പറയും, സമയം ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ഇല്ലേ പോയി. അതുപോലെ ഞങ്ങൾക്കൊരു വേറൊരു അമ്മാമ്മയുണ്ട്, പേര് പറയുന്നില്ല. അയ്യോ, ഇങ്ങോട്ട് ഇനി റേഡിയോ ടേപ്പ് ഓൺ ചെയ്തതുപോലെ നമ്മളെ കൊണ്ടൊന്നും പറയിപ്പിക്കത്തില്ല. അനീഷ് മാസ്റ്റർ എന്തുകൊണ്ട് വിശേഷം? അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സഭയൊക്കെ ഉണ്ട്. ഞാൻ ലൈവൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇന്നാളാണ്ട് അവിടെ ഒരാൾ കയറി വന്ന് കണ്ടു, ഒരു കുമ്പനാട്ടുകാരനാന്ന് തോന്നുന്നു. എന്നാ ഉണ്ട് വിശേഷം? പിന്നെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ അതിന് ഞാൻ എന്നെ എടുക്കുമെന്നറിയാവോ? കൂടെയുള്ള സഹോദരന്മാർ ഫോൺ കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് മൂളിക്കണമെന്ന് പറയും. എനിക്ക് ഒത്തിരി ജോലിയുണ്ട്. തള്ള ഇതെല്ലാം കൂടെ പറയുന്ന നെല്ലിക്കാ ജാഗിൻ്റെ കുത്തടിച്ച പോലെ. ഞാനതുകൊണ്ട് ഒരു ഫോൺ കൊടുത്ത് ഞാൻ പറഞ്ഞു, ഇടയ്ക്കിടയ്ക്കും മൂളിയാം, പണ്ട് മൂളും പോലെ മൂളിയാൽ മതി. തള്ള ഇങ്ങനെ സത്യമായിട്ട് അവൻ 3/4 മണിക്കൂർ മൂളി.
അന്നേരം ഞാൻ പോയി കുളിച്ചു, എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു, ഡ്രസ്സ് തേച്ചു, ഭക്ഷണം കഴിച്ചു, ബാക്കി കാര്യമെല്ലാം കഴിയുമ്പോൾ തിരിച്ചു വന്ന് വണ്ടി എടുക്കാം. അന്നേരം ഇവൻ ഇനി ഞാൻ മൂളാന്ന് പറഞ്ഞു. സത്യമായ കാര്യമാണ്. ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരുടെ ഫോൺ വരുമ്പോൾ ഞാൻ എല്ലാ കാര്യം ക്രമീകരിച്ചതിന് ശേഷമേ ഇങ്ങനെ മൂളിയാൽ മതി. നിന്നെ യെരുശലേമിൽ ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. പുള്ളി എന്തെല്ലാം ചരിത്രമാ പറയുന്നത്. ബർസില്ല ഈ ദാവീദിനോട് ഒന്നുകൂടെ വായിച്ചേ. ഞാൻ രാജാവിനോട് കൂടെ യെരുശലേമിൽ പോരുന്നത് എന്തിന്? എനിക്കിപ്പോ ഞാൻ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കുക? എനിക്കിപ്പോ 80 വയസ്സുണ്ട്. പിന്നെ നല്ലതും ആകാത്തതും ഒന്നും എനിക്കിപ്പോ തിരിച്ചറിയാൻ മേല. ഭക്ഷണ സാധനങ്ങളുടെ സ്വാദൊന്നും ഇപ്പൊ ടേസ്റ്റ് അനുഭവിക്കുന്നില്ല. സംഗീതക്കാരുടെ പാട്ട് കേട്ട് ഇപ്പൊ രസിക്കാനും ഒന്നും പറ്റിക്കുന്നില്ല. അടിയന് രാജാവിന് ഇത്രയും വിസ്തരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? വരുന്നോന്നൊന്ന് ചോദിച്ചു പോയതാ. പുള്ളിക്ക് പറ്റിയ കുഴപ്പം ഒരു കാശുണ്ടെന്നേ ഉള്ളൂ. യെരുശലേമിലേക്ക് വിളിക്കുമ്പോൾ പോകണ്ടേ? വേണ്ടേ? തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരുശലേമല്ലേ? 12 വാതിലുകളാ. ആട്ടിൻവാതിലും മീൻവാതിലും കുതിരവാതിലും കുപ്പവാതിലും താഴ്വരവാതിലും ഉറവവാതിലും മീൻവാതിലും കമ്മിക്കാട് കോൺവാതിലും പടിവാതിലും ആ രാജാവിൻ്റെ വാതിലുമൊക്കെയുള്ള യെരുശലേം പട്ടണം പോയി കാണണ്ടേ? കയറി ചെല്ലണ്ടേ? അവിടെയില്ലയോ ദൈവാലയം 3 ഭാഗമായിട്ട് തിരിച്ച്? അവിടെയില്ലയോ പുരോഹിത വൃന്ദങ്ങൾ? അവിടെയില്ലയോ മഹാപുരോഹിതൻ? അവിടെയില്ലയോ ശെക്കേനായി ഇറങ്ങുന്നേ? അതില്ലയോ അർണോന്റെ കളം? അവിടെയല്ലേ അബ്രഹാം യാഗം കഴിച്ച സ്ഥലം? വിളിക്കുമ്പോൾ ചാടിക്കയറി പോകണ്ടേ? ഈ പൊട്ടനുടനെ പറയുക എനിക്കിപ്പോ 80 ഉണ്ടെന്ന്. ഇയാൾ 80 ഉണ്ടെന്ന് പറഞ്ഞപ്പം 85കാരൻ പണ്ടൊരു കാര്യം പറഞ്ഞു. മോശ എന്നെ അയച്ച നാളിലത്തെ ഇപ്പോഴും ഉണ്ടെന്ന്. പടയ്ക്ക് പോകാനും പട കൂടാനും പട വെട്ടാനും ഒക്കെ അന്നത്തെ പോലെ എനിക്കിന്നും എനിക്ക് അനാക്യനൊന്നും വിഷയമല്ല, അമോര്യനും വിഷയമല്ല, തൽമായോ ശേഷായോ ഒന്നും എനിക്ക് വിഷയമല്ല, ഇരുമ്പരത ഉള്ളതൊന്നും എനിക്ക് വിഷയമല്ല. ഞാൻ പടയ്ക്ക് പോവുകയും പട വെട്ടുകയും ചെയ്യും. അന്നത്തെ ആരോഗ്യം എനിക്ക്. എന്നിട്ട് പുള്ളി ഒരു ഡയലോഗും പറഞ്ഞു, ഗബ്രോമല ആരേലും വെട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ മോൾ അച്ചായ ഞാൻ അവന് കെട്ടിച്ചും കൊടുക്കും. ഒരുത്തൻ ഉന്നം പിടിച്ച് നിൽക്കുകയായിരുന്നു. കനസിൻ്റെ മകൻ ഒക്കിനിയാൽ അവൻ വെട്ടി അവളെ കെട്ടി. പ്രൈസ് ദി ലോർഡ്. 80കാരൻ കേൾക്കാൻ മേല, ടേസ്റ്റ് ഇല്ല, നടക്കാൻ മേല, ശ്വാസം പിടിച്ച് പാടാൻ മേല, ടേസ്റ്റ് അതാ എന്നാ ഇതിനകത്ത് എന്തുവാ ചേർത്ത്. ഇങ്ങനെയൊക്കെ പുള്ളി ഒഴിവെട്. ഞാൻ 85കാരൻ പറയാൻ നീയും വിട്ടുവെന്ന് പറഞ്ഞു. അത് കൃപ. ആരോഗ്യം, വിശ്വാസത്തിലെ ആരോഗ്യം. തീത്തോസ് 2 അങ്ങനല്ലേ വായിക്കുന്നത്? നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യം. അതാരോഗ്യം. വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യം. ആരോഗ്യം കാലേവനുണ്ട്, 85കാരന്. അപ്പൊ 80കാരൻ പറയാ പുള്ളി പോയില്ല, ഓടിച്ചു നിർത്താം, 8:30 നിർത്താം. ഏതായാലും 85കാരൻ ആരോഗ്യം ഉണ്ടെന്ന് 80കാരൻ പറഞ്ഞു വയ്യ. പിന്നെ ദാവീദ് ഒന്നും പറഞ്ഞില്ല. എന്നാ ആട്ടെ. എൻ്റെ പുള്ളി പറഞ്ഞ് കിംഹാമിനെ കൊണ്ടുപോയിക്കോളാൻ. കിംഹാം ഇങ്ങനെ പുള്ളി അങ്ങ് കൊണ്ടുപോയി. എന്നിട്ടും ദാവീദ് മരിക്കാറായപ്പം, ബർസിലായി പോയില്ല, മരിക്കാറായപ്പം ദാവീദ് ശലോമോനോട് പറഞ്ഞു, മോനെ ഞാൻ നാടും വീടും ഒക്കെ വിട്ട് ഓടിയ സമയത്ത് എനിക്ക് ഭക്ഷണ പാനീയങ്ങൾ തന്ന ഒരു ബർസില്ലായി ഉണ്ടായിരുന്നു. ഞാനവനെ ഇവിടോട്ട് വിളിച്ചതാ, അവൻ വന്നില്ല. അവൻ്റെ പിള്ളേരോട് നീ ദയ ചെയ്യണം കേട്ടോ. മറക്കരുത് കേട്ടോ.
ആ കൊച്ചുങ്ങളെല്ലാം നിന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2:7. എന്നാൽ ഗിലെയാദിനായ ബർസില്ലായിയുടെ മക്കൾക്ക് നീ ദയ കാണിക്കണം. അവരെല്ലാം നിന്റെ മേശയെങ്കിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരുടെ എങ്ങനെയുണ്ട്? ഞാൻ ബർസില്ലായെ വിളിച്ച് അവൻ വന്നില്ല, പോട്ടെ, പക്ഷെ അവൻ്റെ മക്കളെ മറക്കരുത്. പ്രിയരെ, കർത്താവിൻ്റെ വേലയ്ക്ക് പച്ചവെള്ളമോ 10 രൂപയോ നിന്റെ വീടോ സമയമോ സാഹചര്യമോ കൊടുത്താൽ അത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ, നിന്നെയും അവിടുത്തെ വരവ് താമസിച്ചാൽ നിന്റെ സന്തതിയെയും ദൈവം ആദരിക്കും. നിന്റെ സന്തതി നശിച്ചു പോകത്തില്ല, നിന്റെ തലമുറയ്ക്ക് ദോഷം വരികയില്ല. നമ്മൾ മുന്നേ അഥവാ കടന്നു പോയാൽ നിന്റെ തലമുറയെ ദേശത്ത് ദൈവം ഉയർത്തും. നിന്റെ തലമുറ പോകുന്നിടത്ത് ഒരു കുഴപ്പവും വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് മറന്നു കളയുവാൻ ദൈവം അനേകമുള്ള ദൈവമല്ല. അവനെ തലമുറയോട് ദയ കാണിക്കണം. ഒത്തിരി കാര്യം പ്രസംഗിക്കാനുണ്ട് ഇതിനുണ്ടാക്കി. ഞാനിങ്ങനെ ഒന്ന് പ്രസംഗിച്ചാൽ ഇനി ദൈവകൃപ ദൈവം ആയുസ് വരുന്ന 5 മണിക്കൂർ കൂടെ പ്രസംഗിക്കാം. അതുപോലെ വാക്യങ്ങൾ വിഷയങ്ങളാണ് എനിക്ക് വലിയ ഇഷ്ടവുമാണ്. ഞാനങ്ങനെ പറഞ്ഞാൽ ചിലർ ഇരുന്നും തരും, പിന്നെ നിങ്ങൾ പറയും അയാളുടെ തോടിൽ അതാന്ന് പറയും. അതുകൊണ്ട് ഞാൻ തന്നെ നാളെ സഭായൊക്കെ ഉള്ളതല്ലേ, ഞാൻ വന്ന വഴിയാണ്, അങ്ങോട്ട് പോയില്ലല്ലോ, ഇന്ന് ചെല്ലണ്ടായോ, നാളെ സഭായൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അങ്ങ് നിർത്തുക. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യും കാലും ഒക്കെ കാണിക്കുന്നത് ഞാൻ കണ്ടു. സ്തോത്ര സമയമാണെന്ന് അതൊക്കെ ഞാൻ കണ്ടു. പിന്നെ എനിക്കിതൊക്കെ അറിയാം. സ്തോത്രം നിങ്ങൾ കണ്ടില്ലേ, ഞാനിതെല്ലാം കാണുന്നുണ്ട്. നമ്മളെ എല്ലാം കാണുന്നവൻ സ്വർഗത്തിലും. അപ്പം ശ്രദ്ധിച്ചേ, പോകണ്ടായോ. അപ്പം അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞെങ്കിൽ നിർത്താം. ദൈവത്തിന് മഹത്വം. ബർസില്ലായെ വിളിച്ചു പോയില്ല, കിംഹാമിനെ പറഞ്ഞു വിട്ടു. പക്ഷേ ദാവീദ് പറഞ്ഞു അവൻ്റെ പിള്ളേരോട് ദയ. അവിടെ ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോ. എന്നാൽ ഗിലെയാദിനായ ബർസില്ലായിയുടെ മക്കളോട് നീ ദയ കാണിക്കണം, നിന്റെ മേശയെങ്കിൽ നിന്ന് എന്ന് പറഞ്ഞ ആ പിള്ളേരെ എല്ലാം നിന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ. ആരോടാ ഇത് പറഞ്ഞേ? 2:1. ശലോമോനോടാ പറഞ്ഞേ. ശലോമോനോട് പറഞ്ഞ, മോനെ ശലോമോനെ, ബർസില്ലായിയുടെ മക്കളെ നിന്റെ മേശയുടെ അവിടെ ഇരുത്തണേ. അവരുടെ അപ്പച്ചൻ എനിക്ക് അമരക്കായും പയറും പരിപ്പും ഒക്കെ. ശലോമോന്റെ മേശ എങ്ങനത്തെ മേശയാ? അത് വായിര് 4:22. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4:22. ഡെയിലി കേട്ടോ. ശലോമോന്റെ നിത്യ ചെലവ് 30 പറ നേരിയമാവെന്ന് പറഞ്ഞാൽ എന്തുവാ മാമേ? നേരിയതിനകത്ത് കൊണ്ടുവരുന്നതാണോ? പിന്നെ തരിയില്ലാത്തത് പാലപ്പത്തിന്റെ സൈസ്. പാലപ്പം അങ്ങനല്ലേ? പാലപ്പം ഉണ്ടാക്കാൻ അറിയോ? എങ്ങനെ? അല്ലേ, അതിനും ക്ലാസ് തരാം. അപ്പം നേരിയ മാവ്. ഇപ്പം മറ്റേ സഹോദരന് പറയാം, അവളെ അനുഭവിക്കട്ടെ, മുന്നിൽ കയറുന്നത് വായിച്ചിട്ടില്ലേ, ഒരു കുഴപ്പവും വരികയല്ല, ദൈവം അനുഗ്രഹിക്കും. ഏതായാലും രണ്ടും കൽപ്പിച്ചത് വായിക്കാൻ തന്നെ ദൈവം കൃപ തന്നല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. ദിവസം ഒന്നിന് നേരിയ. അതെത്രയാ? എത്ര പറ? 30 പറ. സാധാരണ മാവോ? അപ്പം 6 3 ഒരു ദിവസം 90 പറ മാവിൻ്റെ അപ്പം ഉണ്ടാക്കുന്നത്. നമ്മൾ 1/2 കിലോ ഗോതമ്പൊടി ഇട്ട് ഇടിച്ച് പരത്തി ഒരു 35 ചപ്പാത്തി എടുത്ത് നോക്കിയപ്പോൾ നോർത്ത് ഇന്ത്യ മൊത്തം കാണാം. പോർബന്ദർ വരെ കാണാം ചപ്പാത്തി. പോർബന്ദർ അങ്ങ് ഗുജറാത്തിലെ. ഏ 90 പറ മാവിൻ്റെ അപ്പം ഒരു ദിവസം ഡെയിലി അടുത്ത. പിന്നെ മാൻ നമ്മൾ കണ്ടിട്ട് പോലുമില്ല. അല്ല മാൻ നമ്മൾ പിന്നെ പണ്ട് കോളേജിൽ പഠിച്ചപ്പോൾ പാടി, ഞാൻ നിന്നെ
ബാക്കി പാടുവൊന്നും വേണ്ട, അന്ന് പാടിയതല്ലേ, ഇനിയും പാടുവൊന്നും വേണ്ട. ഇതാണ് നമ്മുടെ മാൻ. ഒന്നുകൂടെ വായിച്ച അമ്മാമ്മേ. ആ മാൻ. പിന്നെ എളുപ്പമുള്ളത് വേറെ, കാരണം പല്ലില്ലാത്തവർക്ക് വേണമല്ലോ, അവർക്ക് അണ്ടമാനം കിടന്ന് കടിച്ചു പിടിക്കാനൊന്നും. ഇളമാൻ. പിന്നെ മ്ലാവ് കഴിച്ചിട്ടുണ്ടോ വല്ലവരും? ഹൈറേഞ്ചിലുള്ളവർക്കൊക്കെ അറിയാം. കഴിച്ചിട്ടുണ്ടോന്ന്? എങ്ങനെയുണ്ട്? മ്ലാവ്. പിന്നെ പുഷ്ടി വരുത്തിയ വന്നതല്ല, നമ്മുടെ ഇതിലെ ബ്രോയിലർ കോഴി, അത് വരുത്തിയതാ, ഇഞ്ചക്ഷൻ ചെയ്ത് 40 ദിവസം കൊണ്ട്. അത് കഴിച്ച് യോഗത്തിന് വന്ന കോഴി ഇരിക്കുമ്പോൾ ഇരിക്കുന്ന കണ്ടില്ലേ, വരുത്തിയതാ, പുഷ്ടി വരുത്തിയ. ഇത് കൂടാതെ അല്ല, വാരിയല് തെളിഞ്ഞ കാളയല്ല, കമ്പത്തിൽ നിന്ന് വണ്ടിയൊക്കെ കൊണ്ടിറക്കി വാരിയലെല്ലാം തെളിഞ്ഞ് അവസാനം തലേന്ന് രാത്രി കാരവെള്ളം കുടിപ്പിച്ച് ചീർത്ത് വന്നപ്പോൾ നല്ല എളുപ്പമാ. എന്നാൽ എല്ലൂടെ അറിഞ്ഞേര്, ഈ മൂത്ത് കടിച്ചതിൻ്റെ എല്ലാം എന്നുവെച്ച് പറയാം. മേഴ്സി കുക്കറിനകത്ത് ഇടണേ, മേഴ്സി ഇതെല്ലാം കുക്കറിനകത്തിട്ട് 12 അടി. എന്നിട്ടും ഇത് വായിര് തടിപ്പിച്ച 10 കാള മേഞ്ഞ് നല്ല കൊഴു കൊടാന്നിരിക്കുന്ന എത്രയാ? നമ്മൾ ആടുന്നതല്ലാതെ ഇന്ന് വരെ ആടിനെ 1000 രൂപ എങ്ങാണ്ട 1 കിലോയ്ക്ക്. എത്രയാണോ? 1000 ആണോ? ഏതായാലും 10-850 രൂപ കൂടുതലാ. പിന്നെ നമ്മൾ പറയാം നമുക്കെല്ലാം കൂടെ ആടാന്ന് പറയാം, അല്ലാതെ. ശലോമോന്റെ നിത്യ ചെലവ് 90 പറ മാവിന്റെ അപ്പം, പുഷ്ടി വരുത്തിയത്, മാന്, ഇളമാൻ, മ്ലാവ്, മേശപ്പുറത്തത്. അടേ ദാവീദ് പറയാ, മോനെ ആ മേശയെ വേണം ബർസില്ലായുടെ പിള്ളേരെ ഇരുത്താൻ. അവരുടെ അപ്പൻ അമേരിക്കായും പയറും ഒക്കെ തള്ള പറഞ്ഞ പോലെ സാമ്പാറിൻ്റെ സാധനമാണ് തന്നത്. പക്ഷേ നല്ല ദാവീദ്, പ്രൈസ് ദി ലോർഡ്, നല്ല ഒരു ദാവീദ് സ്വർഗത്തിലുണ്ട്. നീ ചെയ്യുന്നതെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട്. മലാഖിയിൽ വായിക്കുന്ന സ്മരണകളുടെ പുസ്തകമുണ്ട് കേട്ടോ, ഓരോന്നോരോന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പുസ്തകങ്ങൾ തുറന്നു. അതിനൊരു തെളിവാണല്ലോ, രാജാവിന് ഉറക്കം വരാതിരുന്നപ്പോൾ ദിനവൃത്താന്ത പുസ്തകം തുറന്നപ്പോൾ എഴുതി വെക്കിയ ബിഗ്ധാനയും സേരസും തന്നെ കയ്യേറ്റം ചെയ്യുവാൻ അവൻ കാണിച്ച കാട്ടായത്തെ പറ്റി പടിവാതിൽക്കൽ ജാഗരിച്ചിരുന്ന ഒരു മൊർദെഖായി അറിയിച്ചു. മൊർദെഖായിയെ പോലെ ദൈവമാനപ്പെടുത്ത് ജാഗരിക്കുന്ന പടിവാതിൽക്കൽ, അവന്റെ പ്രാകാരത്തിന്റെ പടിവാതിൽക്കൽ ജാഗരിക്കുന്ന ദൈവത്തിന്റെ പൈതല്, ബർസില്ലായെ പോലെ ദൈവദാസന്മാരെ, ദൈവമക്കളെ സഹായിക്കുന്ന ദൈവമക്കളെ, നിന്നെ നിന്റെ തലമുറയെയും ഓർക്കുന്ന ആദരിക്കുന്ന ഒരു നല്ല ദൈവം സ്വർഗത്തിലുണ്ട്. നിന്റെ തലമുറ നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ ആർക്ക് ഓർക്കുന്ന ആദരിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം.